വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-10 വചനങ്ങൾ ദയവായി ഉച്ചഭാഷണിയിലൂടെ ഒന്ന് വായിച്ചു കേൾക്കേണ്ടതിന് ആഗ്രഹിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 9-10 വചനങ്ങൾ. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യം നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കറുത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. മതി, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, കർത്തൃ ദിവസത്തിൻ്റെ മനോഹാരിതയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അനുഭവസാക്ഷ്യത്തിൽ അധിഷ്ഠിതമായ ഈ മനോഹര വചനത്തിനായി സ്തുതിക്കുന്നു. 2000 ആണ്ടുകൾക്കപ്പുറത്ത് അങ്ങയുടെ വൃത്തനിലൂടെ അങ്ങിടപെട്ട ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ ഈ നാടിനോട് പ്രസംഗിക്കുമ്പോൾ അതിനുവേണ്ട ഊർജവും ഉന്മേഷവും തന്ന് സഹായിക്കണം. ദൈവവചനം കേൾക്കുന്നത് പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമാകണം, വിടുതലാകണം, ദേശത്തിന് സൗഖ്യമാകണം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഈ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി ദൈവത്തിന് മഹത്വം. ഈ വചനത്തിൻ്റെ വിശകലനത്തിലേക്കും ചിന്തയിലേക്കും ഇവിടെ സന്നിഹിതരായ എല്ലാ പ്രിയപ്പെട്ടവരെയും ശബ്ദപരിധിക്കുള്ളിൽ വചനം കേൾക്കുന്ന സുഹൃത്തുക്കളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനനായ MLA, ക്രൈസ്തവ സമൂഹം എങ്ങനെയെല്ലാം നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ ഇടപെട്ടു എന്നതിന് ഒരാമുഖം പറയുകയുണ്ടായി. അതുകൊണ്ട് ഇന്നത്തെ ചിന്തകൾക്കും അതിനോട് ഏറെ യോജിപ്പുണ്ട്. ഇന്ന് ഈ തെരുവോരങ്ങളിൽ എവിടെങ്കിലും നമ്മുടെ സഹോദരന്മാർ ഒരു പരസ്യയോഗത്തിന് നിന്ന് പ്രസംഗിക്കുകയോ പാട്ട് പാടുകയൊക്കെ ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഇത് പ്രസംഗിക്കുന്ന ആളുകളെ ഓടിച്ചു വിടുകയോ അവരെന്തോ ദേശദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന രൂപേണ ഒരു പ്രത്യേക നരേഷൻ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ആളുകളെ കാണാൻ സാധിക്കും. വളരെ മനഃപൂർവ്വമായി വിശുദ്ധ ബൈബിളും അതിൻ്റെ പ്രസംഗങ്ങളും അതിൻ്റെ പ്രചാരണ പരിപാടികളും തടസ്സപ്പെടുത്തുന്ന ഒരു പ്രവണത ഉണ്ട്. അത് ഒരു വശത്ത് നടക്കുമ്പോൾ ബൈബിൾ പ്രസംഗിക്കുന്ന അതിൻ്റെ പ്രചാരണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ മതപരിവർത്തന ലോബി എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടുകയും ബൈബിൾ ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിൽ നിലനിന്നിരുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു സംസ്കാരത്തെ നശിപ്പിച്ചു എന്നുള്ള നിലയിലുമൊക്കെ ചില കഥകൾ കേൾക്കാറുണ്ട്. ഞാനതിനെ കഥ എന്നതിനപ്പുറത്തേക്കൊരു പരിഗണനയും കൊടുക്കുന്നില്ല. അതിൻ്റെ കാരണം വളരെ പ്രസക്തമാണ്. നമ്മുടെ രാജ്യം ഇന്ത്യ അതിൽ നിന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങൾക്ക് പിന്നിലും ആധുനികമായ പരിഷ്കരണങ്ങൾക്ക് പിന്നിലും വിശുദ്ധ ബൈബിളും മിഷനറിമാരും വഹിച്ച ശ്രേഷ്ഠകരമായൊരു പങ്കുണ്ട്. പലപ്പോഴും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അങ്ങനെയല്ല അതെന്ന് പറയുകയോ ആ ചരിത്രം തമസ്കരിക്കുകയോ ചെയ്യുവാൻ ആളുകൾ ബന്ധപ്പെട്ട് കാണാറുമുണ്ട്. നമ്മൾ പോലും പലപ്പോഴും ആ ഒരു നിലയിലുള്ള വിഷയങ്ങൾ ചർച്ചക്കെടുക്കാറില്ല. ക്ഷമിക്കണം, പലപ്പോഴും പരസ്യയോഗ പ്രസംഗകരും അതല്ലെങ്കിൽ നമ്മെപ്പോലെയുള്ള പ്രഭാഷകരുമൊക്കെ ഇന്ത്യയുടെ പൗരാണികത എന്നത് മനോഹരമായ മനുഷ്യാവകാശങ്ങളുടെ ഒരു ലോകമായിരുന്നെന്നും ആ കാലമായിരുന്നു സുഗമമെന്നും ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ ചരിത്രത്തിലൂടെ ഭാവിയിലേക്കല്ല പോകേണ്ടതെന്നും നമുക്ക് പൂർവികമായ ആ ഭൂതകാലത്തിൽ അഭിരമിക്കണം എന്നും പറയുന്ന വാക്കുകളിലേക്ക് ചെന്ന് പെടാറുണ്ട്. അപകടകരമായ ഒരു സംഭവമാണത്.
മറ്റൊന്ന്, നമുക്ക് രാജ്യസ്നേഹമില്ലെന്നും രാജ്യവിരുദ്ധരാണെന്നും മാതൃരാജ്യത്തോടും അതിൻ്റെ പൗരാണികതയോടും ഒന്നും ഒരു താല്പര്യവുമില്ലെന്നും ഒക്കെ ഉള്ള നിലയിലെ വലിയ വലിയ വിശകലനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഞാൻ ആദ്യമേ പറയാം, ഈ രാജ്യസ്നേഹവും ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും ഒന്നും അങ്ങനെ പ്രസംഗിച്ചൊന്നും കിട്ടേണ്ടതല്ല. അങ്ങനെയാണ്. അത് നാച്ചുറലാണ്. അത് നമ്മിൽ തന്നെ ഉണ്ടാകേണ്ട ഒന്നാണെങ്കിൽ എന്നോട് നിങ്ങൾ ചോദിക്കുക, ഇന്ത്യയോട് സ്നേഹമുണ്ടോ? ഉണ്ട്, 100%. തീർച്ചയായും മറ്റേതൊരു രാജ്യത്തെക്കാളും ഞാൻ എൻ്റെ മാതൃരാജ്യത്തെ സ്നേഹിക്കുന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. അത് പൗരാണിക ഇന്ത്യയല്ല ഞാൻ സ്നേഹിക്കുന്നത്. 1947 ശേഷം ഉള്ള ഇന്ത്യയാണ് ഞാൻ സ്നേഹിക്കുന്നത്. അതിനു മുമ്പുള്ള ഒരു ഇന്ത്യയോട് വെറുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അല്പം വെറുപ്പുണ്ട് താനും. അതിൻ്റെ കാരണം വളരെ ലളിതമായി പറഞ്ഞാൽ 47 പിന്നെ 1950 ഈ രണ്ട് കാലഘട്ടം അറിയാം. ഒന്ന് സ്വാതന്ത്ര്യവും പിന്നെ ഭരണഘടന നിലവിൽ വന്ന ഇന്ത്യ റിപ്പബ്ലിക്കാകുന്ന ജാനുവരി 26 ഇതിനു മുമ്പുള്ള ഇന്ത്യയിൽ ഞാൻ കേവലം പ്രജയാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത, മനുഷ്യാവകാശങ്ങളില്ലാത്ത ഒരു പ്രജ. നമ്മുടെ ഒരു MP അടുത്ത കാലത്ത് പറഞ്ഞു പ്രജ എന്നൊരു പദം. ഏതായാലും പ്രജ എന്ന ഗണത്തിൽ ഉൾപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നമ്മൾ പ്രജകളല്ല, അവകാശവും അധികാരവുമുള്ള പൗരന്മാരാണ്. പൗരൻ, പ്രജ എന്ന അവസ്ഥയിൽ നിന്ന് പൗരൻ എന്ന നിലയിലേക്ക് എന്നെ വളർത്തിയത് ഭരണഘടനയാണ്. അതുകൊണ്ട് ഭരണഘടന ഇല്ലാത്ത, ജനാധിപത്യ ബോധമില്ലാത്ത, മനുഷ്യാവകാശങ്ങളില്ലാത്തൊരു ഭൂതകാലം ഇന്ത്യക്കുണ്ടായിരുന്നു എന്നതാണ് സത്യം. ചിലരൊക്കെ ആ രാജ്യത്ത് സുഖിമാന്മാരായി കഴിഞ്ഞു എന്നതും ഒരു സത്യമാണ്. ആ സുഖങ്ങളൊക്കെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. ആ സുഖസൗകര്യങ്ങളിലേക്ക് ഞങ്ങൾക്കൊന്ന് പോകണം. അതുകൊണ്ട് ഞങ്ങളെ അതിനനുവദിക്കണം. അതൊക്കെ വ്യാമോഹമാണ്. സ്വപ്നം കാണാം എന്നതിനപ്പുറത്ത് ആ പഴയ തിട്ടൂരങ്ങൾക്ക് വഴങ്ങാത്തൊരു തലമുറ ഈ രാജ്യത്ത് രൂപപ്പെട്ടു വന്നു കഴിഞ്ഞു. എന്തായിരുന്നു ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? ഒരുപറ്റം ആളുകൾ മറ്റുള്ള മനുഷ്യരെ കന്നുകാലിക്ക് സമാനം കണ്ട് മൃഗീയവും ക്രൂരവുമായി പീഡിപ്പിച്ചൊരു ഭൂതകാലം. അതൊക്കെ മറക്കാൻ രാധാസുകാരൻ്റെ പരസ്യം പോലെ നമ്മളോട് പറയും. എന്തിനാ മറക്കുക? ആ മുറിപ്പാടുകളിൽ നിന്നുകൊണ്ട് ചരിത്രം വായിക്കാനാണ് ഞങ്ങൾ ഇന്നും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ നിന്ന് മാനവ സമൂഹത്തെ മാറ്റിയത്, ഇന്ന് കാണുന്ന അളവിലേക്ക് കൊണ്ടുവന്നത്, ഭരണഘടന എന്ന സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യ സംസ്കാരം എൻ്റെ മുമ്പിലുണ്ട് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് നമ്മളൊക്കെ വിദ്യാഭ്യാസം ചെയ്തു എന്നതുകൊണ്ടാണ്. ഈ വിദ്യാഭ്യാസം ചെയ്തതും ആരുടെയും കാരുണ്യം കൊണ്ട് നാവിൽ ഹരിശ്രീ കുറിച്ചല്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഹരിശ്രീ കുറിച്ചവരാരും ഇന്ത്യ എന്ന ആ ചുരുങ്ങിയ ലോകത്തിനപ്പുറത്തേക്കൊന്നും പോയിട്ടുമില്ല. മറിച്ചൊരു കാര്യം കൂടി പറഞ്ഞാൽ, വിദ്യാഭ്യാസത്തിനും അതുപോലെ ഈവൻ മദ്യത്തിന് പോലും ദേവീദേവ സങ്കല്പമുള്ളൊരു രാജ്യമായിരുന്നു ഇന്ത്യ. മദ്യത്തിന്, വിദ്യാഭ്യാസത്തിന്, സ്നേഹത്തിന്, പുരുഷന്മാർക്ക് സ്ത്രീകൾക്കുമൊക്കെ വെവ്വേറെ ദൈവസങ്കല്പമുള്ള ലോകത്ത് ഒരു ദേവതയും നമുക്ക് വിജ്ഞാനം തന്നില്ല. ഒരാളും അറിവ് തുറന്നു തന്നില്ല. അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ലോകം നമ്മുടെ മുമ്പിലേക്ക് തുറന്നിട്ടത് വിശുദ്ധ ബൈബിളാണ്. ഹല്ലേലൂയ! ആ ബൈബിളും കൊണ്ട് ഈ തെരുവീതിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഓർക്കണം, ഈ രാജ്യത്തെ മാറ്റിമറിച്ച മഹത്തരമായ സാംസ്കാരിക ആന്തോളനത്തിന് ബീജാപാപം നൽകിയ അത്യത്ഭുതകരമായൊരു ഗ്രന്ഥമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിൾ. അതും കൊണ്ടാണ് ഇന്ന് രാത്രി ഇവിടെ വന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അത് കാലത്തെ മാറ്റിമറിച്ചതുപോലെ ദേശത്തെ മാറ്റിമറിച്ച്, സമൂഹത്തെ മാറ്റിമറിച്ച്, വ്യക്തി ജീവിതങ്ങളിൽ പരിവർത്തനമുളവാക്കുന്ന അതുല്യവും അജയ്യവുമായ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ വിരാജിക്കുന്ന നസ്രയനായ യേശുക്രിസ്തു എന്ന ദൈവപുത്രനെ ഇത് കേൾപ്പോവരുടെ മുമ്പിൽ കർത്താവും രക്ഷിതാവും ഉയർത്തിക്കാട്ടിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ പരമപ്രധാനമായ ആ സത്യം ഞങ്ങൾ ഇങ്ങനെ പ്രസ്താവിക്കട്ടെ: മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട അതുല്യനാമം, ഏകനാമം, മഹത്തരനാമം, ശാശ്വതനാമം നമ്മുടെ കർത്താവായ
യേശു ക്രിസ്തുവിൻ്റെ നാമം. ഹല്ലേലൂയ. 125 ഇന്ത്യൻ ഭാഷകൾക്ക് വ്യാകരണം ചമച്ചതും 85 പരം ഭാഷകൾക്ക് നിഘണ്ടു ചമച്ചതും യേശുവിൻ്റെ അനുഗാമികളായിരുന്നു. മനസ്സിലായില്ലേ? അതിനു മുമ്പേ അതിസാധാരണക്കാരന് അക്ഷരം അഭ്യസിക്കാൻ കഴിയാത്തൊരു കാലഘട്ടം നിലനിന്നിരുന്നു. അക്ഷരം അഭ്യസിച്ചുകൂടാ എന്ന് മാത്രമല്ല, ഇങ്ങനെ മേനി പറയുന്ന സംസ്കാരത്തിൻ്റെ പൈതൃകമുള്ള ആളുകളൊന്നും അവർ പഠിച്ചതൊന്നും സാധാരണ മനുഷ്യരിലേക്ക് കൊടുത്തില്ല. നമുക്ക് നളന്തയും തക്ഷശിലയും ഉണ്ടെന്നൊക്കെ ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നവരോട് ചോദിക്കുക, ഈ നളന്തയിൽ പഠിച്ച തക്ഷശിലയിൽ പഠിച്ച എത്ര ആളുകൾ അതിസാധാരണക്കാർക്കിടയിൽ നിന്നുണ്ടായി? ഇതൊന്നും ഉണ്ടായില്ല. ഈ മാറ്റം ഉളവാക്കിയത് സുവിശേഷമാണ്. ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് യേശുവിൻ്റെ അനുഗാമികളുടെ കലാശാലകളാണ്. സ്തോത്രം. ഇന്ത്യക്കാരൻ ആദ്യമായി BA MA എന്നൊക്കെയുള്ള ബിരുദങ്ങൾ കണ്ടത് ഒരു ബൈബിൾ കോളേജിലാണ്. അത് ഇന്നും ഉണ്ടെന്നുള്ളതാണ്. 200 വർഷം പഴക്കമുള്ള ഒരു ബൈബിൾ കോളേജിൽ നിന്നാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ ആദ്യ ബാച്ചിലർ ഓഫ് ആർട്സ്, മാസ്റ്റർ ഓഫ് ആർട്സ് എന്ന അംഗീകൃത ഡിഗ്രികൾ രൂപപ്പെട്ടു വന്നത്. മഹാനായ വില്യം കേരി സ്ഥാപിച്ച സെനറ്റ് ഓഫ് സെറാംപൂർ കോളേജാണ് ഇന്ത്യയിൽ ആദ്യമായി ഇത്തരത്തിലൊരു സർവകലാശാല രൂപപ്പെടുത്തിയത്. കേരളത്തിലേക്ക് വന്നാലും കൊണ്ടേ അത് മഹാനായ വില്യം കേരിയാണ് നമുക്ക് ഈ മലയാള അക്ഷരങ്ങൾ ഇന്നുള്ള അളവിലേക്കൊക്കെ രൂപപ്പെടുത്തി വച്ചത്. ഒത്തിരി സംഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇതൊരാദ്യ ദിവസം കൂടി ആയതുകൊണ്ട് അത് സന്തോഷകരമാകും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് സന്തോഷമാണോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഹല്ലേലൂയ പറയിപ്പിക്കുന്നൊരു ശീലം ഇല്ല. നിങ്ങൾ പറഞ്ഞാൽ തന്നെ ഞാൻ ഒരു തവണയൊക്കെ പറയൂ. അങ്ങനെ ഈ സദസ്സിനെ മാനിക്കണം, അഹങ്കാരിയാണെന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ അതിനുള്ള ആരോഗ്യം എനിക്കുള്ളത്. അതുകൊണ്ടാണ്. മോശമായിട്ടല്ല. സ്തുതിയും സ്തോത്രവും ആരാധനയൊക്കെ സ്വന്തം ചിലവിൽ വേണം. അതാണ്. ഹല്ലേലൂയ. സന്തോഷമല്ലേ? സ്തോത്രം. ഞാൻ ഇടയ്ക്കൊരു ഗ്രാജുവേഷന് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ഞാനിങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട്. ആ പാട്ട് പാടുന്ന പയ്യന് വിഷമം തോന്നി. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഈ സൈലൻ്റ് അറ്റാക്ക് ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്, മിണ്ടാതിരിക്കുന്നവരൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മനഃപൂർവ്വം പ്രതികരിക്കുന്നതല്ല. ഓരോരുത്തർക്കും ഈ സന്തോഷത്തിന് ഓരോ നേച്ചറുണ്ടല്ലേ, ഓരോ പ്രകൃതമുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടിടയ്ക്ക് ഹല്ലേലൂയ പറയാനൊന്നും ഞാൻ പറയില്ല. എന്നാൽ സ്തോത്രം ചെയ്യാനോ ഒന്നും പ്രത്യേകിച്ച് പറയില്ല. നിങ്ങളുടെ ഉള്ളിൽ നല്ല പ്രേരണ ഉണ്ടെങ്കിൽ ഇതൊക്കെ ആരാധിക്കാം, ദൈവത്തിന് മഹത്വം ഉറപ്പിക്കാം. അതിനൊന്നും ഒരു തടസ്സമില്ല. ഹൃദയം തുറന്നു ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് ഈ വചനത്തിലേക്കൂടെ വരണം. അങ്ങനെ ഒരു മഹത്തരമായ പുസ്തകം കൊണ്ടാണ് നമ്മളിവിടെ വന്നത്. ഈ പുസ്തകം വായിക്കുന്ന എന്തൊരു ആശ്വാസമാണല്ലേ, എന്തൊരു വിടുതലാണ്. അത്തരമൊരു അനുഭവം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇഹലോചക ജീവിത കാലഘട്ടത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത്, ശിഷ്യന്മാർ കേട്ട് കുറിച്ചു വച്ച കാര്യങ്ങളാണ് ആദ്യത്തെ 4 സുവിശേഷങ്ങൾ. അതിൽ 2 സുവിശേഷങ്ങൾ എഴുതിയത് യേശുവിൻ്റെ ശിഷ്യന്മാരാണ്, നേരിട്ടുള്ള അപ്പോസ്തലന്മാരാണ്. അത് വിശുദ്ധ മത്തായിയും യോഹന്നാനുമാണ്. മാർക്കോസ് യേശുവിൻ്റെ ശിഷ്യനല്ല. ലൂക്കോസ് ആകട്ടെ യേശുവിൻ്റെ ശിഷ്യനല്ലെന്ന് മാത്രമല്ല, യേശുവിനെ നേരിട്ട് കണ്ടിട്ടുമില്ല. അദ്ദേഹം വിശുദ്ധ പൗലുസിൻ്റെ സന്തത സഹചാരിയാണ്. അദ്ദേഹം തന്നെ എഴുതിയ ചരിത്ര പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തിയും പിൽക്കാലഘട്ടത്തിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഏറ്റവും ശക്തമായ യേശുവിൻ്റെ സുവിശേഷ രണാങ്കണത്തിൽ പോരാടിയ പൗലോസ് എന്ന ദൈവപുരുഷനാൽ വിരചിതമായ ലേഖനങ്ങളാണ് ഈ ബൈബിളിൻ്റെ ഇതര ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇതുകൂടാതെ പുതിയ നിയമത്തെ അതിൻ്റെ സമഗ്രതയിലെടുത്താൽ 8 എഴുത്തുകാരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ 8 എഴുത്തുകാരിൽ ഏറ്റവും അധികം എഴുതിയിട്ടുള്ളത് വിശുദ്ധ പൗലൂസ് ആണെങ്കിൽ 2ാം സ്ഥാനത്ത് വരുന്നത് വിശുദ്ധ യോഹന്നാനാണ്. യോഹന്നാൻ സാധാരണ അപ്പോസ്തലന്മാരിൽ നിന്ന് വിഭിന്നമായ ഒരു ജീവിത പശ്ചാത്തലമുള്ള ആളാണ്. താരതമ്യേന പഠിപ്പും വിദ്യാഭ്യാസവും കുറവുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ പഠിപ്പിനോടും വിദ്യാഭ്യാസത്തോടും ഏകദേശ താരതമ്യമുള്ളത് നമ്മുടെ പത്രോസിനാണ്. ഇവർ രണ്ടും നല്ല സുഹൃത്തുക്കളുമാണ്. ഈ 2 ആളുകളും
ബേത്സയിദ എന്നറിയപ്പെടുന്ന, നമ്മളിന്ന് ഗലീലിയ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഭൂപ്രദേശത്ത് ജീവിച്ചിരുന്ന 2 മത്സ്യബന്ധന തൊഴിലാളികളുടെ മക്കളാണ്. അതിൽ യോഹന്നാൻ്റെ അപ്പൻ്റെ പേര് സബദി എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് ശലോമി എന്നായിരുന്നു. സബദി ശലോമി ദമ്പതികൾക്ക് യോഹന്നാൻ എന്ന മകനെ കൂടാതെയും മക്കളുണ്ടായിരുന്നു. അതിൽ ഒരാൾ യാക്കോബായിരുന്നു. ഈ 2 പേരെയും ചേർത്തുകൊണ്ട് കർത്താവ് ഇവരെ ഒരു പേരിട്ട് വിളിച്ചു. ഇടിനാദം മുഴക്കുന്ന സ്വഭാവത്തോടു കൂടിയവർ എന്ന നിലയിൽ സൺസ് ഓഫ് തണ്ടർ എന്നർത്ഥത്തിൽ ഇടിയുടെ മക്കൾ, ഇടിമക്കൾ എന്നർത്ഥം വരുന്ന ബോ ബെർണഗോസ് എന്ന് ഈ 2 പേരെ യേശു വിളിച്ചിരുന്നു. അതിൽ നമുക്ക് യാക്കോബിൻ്റെ പ്രവർത്തനവും രീതിയുമൊക്കെ ബൈബിളിൽ നിന്ന് കാണാം. എന്നാൽ യോഹന്നാൻ ഇടിനാദം മുഴക്കും പോലെ ഗർജിച്ചുകൊണ്ട് നമുക്ക് നൽകുന്ന മഹത്തരമായ 5 ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ ഒന്ന് യേശുവിൻ്റെ സുവിശേഷവും ബാക്കി 3 ലേഖനങ്ങളും, അതും താരതമ്യേന പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്ന ലേഖനങ്ങളും, ഒടുവിലായി വെളിപ്പാട് പുസ്തകവുമാണ്. ഈ പുസ്തകത്തോടു കൂടി വിശുദ്ധ ബൈബിൾ എന്ന മനോഹരമായ ഈ ഗ്രന്ഥം പര്യവസാനിക്കുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ ഒരു രചനാ പശ്ചാത്തലം ഒന്ന് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ഉള്ളിടത്തെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അതിൻ്റെ ആവിർഭാവ ഘട്ടത്തിൽ യേശുവിൻ്റെ പ്രസംഗം കേട്ട് ആയിരക്കണക്കിന് ആളുകൾ മുമ്പോട്ട് വന്നു. ആയിരക്കണക്കിന് ആളുകൾ മുമ്പോട്ട് വരികയും യേശു പ്രസംഗിച്ചത് കേൾക്കുകയും യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. 5 അപ്പം യേശു കർത്താവ് വിതരണം ചെയ്യുമ്പോൾ അത് കഴിക്കാൻ പുരുഷന്മാരുടെ എണ്ണം 5000-ലധികമായിരുന്നു. സ്ത്രീകൾ അതിലേറെ ഉണ്ടായിരുന്നു. വൻ ജനാവലി അപ്പം ഭക്ഷിക്കുകയും പ്രസംഗം കേൾക്കുകയും യേശു ഒരു കഴുതപ്പുറത്ത് അതിശക്തമായ യെരൂശലേമിലേക്കുള്ള ആ യാത്ര നയിക്കുന്ന ഘട്ടത്തിലുമൊക്കെ അനുധാവനം ചെയ്തുകൊണ്ട് യേശുവിനൊപ്പം ഉണ്ടായിരുന്നു വലിയ ജനാവലി. അത് യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിലെ പ്രവർത്തനത്തിൻ്റെ കാലം കൂടി പരിശോധിച്ചാൽ ഒരു മഹാസംഭവമാണ്. എന്താണ് കാരണം? യേശുവിൻ്റെ ഇഹലോകത്തിൽ യേശു പ്രസംഗിച്ചത്, പഠിപ്പിച്ചത്, അതിനുവേണ്ടി ചിലവഴിച്ചത് 1050-ൽ പരം ദിവസമാണ്. അത്രയും ദിവസമേ യേശു പ്രസംഗിച്ചിട്ടുള്ളൂ, പഠിപ്പിച്ചിട്ടുള്ളൂ. 1050-ൽ പരം ദിവസങ്ങളെ വീണ്ടും ഒന്ന് എടുത്തു പരിശോധിച്ചാൽ അതിലെല്ലാ ദിവസമൊന്നും യേശു പ്രസംഗിച്ചിട്ടില്ല. യേശുവിൻ്റെ പ്രസംഗങ്ങളുടെ എണ്ണവും തീരെ കുറവാണ്, വളരെ കുറവാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, വളരെ കുറച്ചു നാൾ മാത്രം ഭൂമിയിൽ ജീവിച്ചവൻ, വളരെ കുറച്ചു മാത്രം പ്രസംഗിച്ചവൻ, വളരെ കുറച്ചു അത്ഭുതങ്ങൾ മാത്രം ചെയ്തവൻ. വീണ്ടും പറയട്ടെ, യേശു പ്രസംഗിക്കാൻ ഉപയോഗിച്ച ഭാഷ അരമായിക്ക് അഥവാ അരാമിക് എന്നൊക്കെ വിളിക്കുന്ന ഒരു പ്രാദേശിക ഭാഷയിലാണ്. അതായത് യഹൂദന്മാരിലെ സാധാരണ മനുഷ്യരായ മത്സ്യബന്ധന തൊഴിലാളികളും അതുപോലെ തുകലുൽപ്പന്നങ്ങൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഉപജീവനം കഴിക്കുന്നവരും ചുങ്കക്കാരുമൊക്കെ അടങ്ങുന്ന അതിസാധാരണ മനുഷ്യരുടെ ഭാഷയായിരുന്നു അരാമിക്ക്. അപ്പോൾ ഈ പ്രസംഗവും പ്രവൃത്തിയും കൊണ്ടൊന്നും യേശു ഈ പാലസ്തീൻ എന്നറിയപ്പെടുന്ന 120 മൈൽ ചുറ്റളവുള്ള ആ ഭൂപ്രദേശം വിട്ട് പുറത്തു പോയില്ല. ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മളെപ്പോലൊന്നും യേശു വിദേശയാത്രയൊന്നും ചെയ്തിട്ടില്ല. നമ്മളൊക്കെ ഒരു യാത്ര കഴിഞ്ഞ് വന്ന് അടുത്ത യോഗത്തിൽ തന്നെ പറയില്ലേ, ഞാൻ ദുബൈയിലായിരിക്കുമ്പോൾ, ഞാൻ അബുദാബിയിലായിരിക്കുമ്പോൾ എന്നൊക്കെ പറയുന്നതിലൊന്നും പറയാൻ ഒരു പശ്ചാത്തലവും ഇല്ല. ആലോചിച്ച് നോക്കിയേ. എന്നാൽ ഒരു വിദേശയാത്ര യേശു കുട്ടിയായിരിക്കും നടത്തിയിട്ടുണ്ട്. അത് ആഫ്രിക്കയിലേക്കാണ്. ഉത്തരാഫ്രിക്കയിലെ ഈജിപ്തിലേക്ക് യേശു ഒന്ന് പോയിട്ടുണ്ട് വളരെ കുഞ്ഞായിരിക്കുന്ന വേളയിൽ. അപ്പോൾ അതെവിടെയാണ്? നമ്മുടെ ഈജിപ്തിൽ തീരെ കുട്ടിയായിരിക്കുമ്പോൾ ഹെരോദാവ് കൊല്ലാൻ തീരുമാനിച്ച ഘട്ടത്തിൽ യേശുവിനെ എടുത്തുകൊണ്ട് പോയി കുട്ടിയായിട്ട്. പിന്നാണ് നസ്രത്തിൽ വളരാൻ വേണ്ടി യേശുവിനെ കൊണ്ടുവരുന്നത്. അതൊഴിച്ചാൽ യേശു ഈ പറയപ്പെടുന്ന ഭൂപ്രദേശം വിട്ട് പോയില്ല. ആലോചിച്ചാട്ടെ, പാലസ്തീനിയെ വിട്ടു പോയില്ല. അരമായിക്കുന്നൊരു ഭാഷയ്ക്കപ്പുറത്ത് മറ്റൊരു ഭാഷയിൽ പ്രസംഗിച്ചില്ലെന്നേ ഉള്ളൂ. ഗ്രീക്കൊക്കെ യേശു സംസാരിച്ചിട്ടുണ്ട്, ലാറ്റിൻ സംസാരിച്ചിട്ടുണ്ട്. കോടതി മുറിയിലെ യേശുവിൻ്റെ യേശുവുമായി പിലാത്തോ സംസാരിക്കുന്നൊന്നും അരമായിക്കോ ഹീബ്രുവോ അല്ല, അതൊക്കെ ലാറ്റിനും ഗ്രീക്കുമാണ്. കാരണം അതാണ് കോടതിയുടെ ഭാഷ. ആ കോടതിയുടെ ഭാഷ ഇന്നും ഇന്നലേക്കൊന്നും ഉണ്ടായതല്ല. അവിടെ ഇരുന്നു കൊണ്ട് യേശു സംസാരിച്ച ഭാഷയൊക്കെയാണ് ഇന്നും കോടതി ഉപയോഗിക്കുന്നുള്ളതാണ് രസകരം. ലാറ്റിൻ ഭാഷയ്ക്കപ്പുറത്തേക്കൊന്നും ഒരു കോടതിയും കാര്യമായിട്ടൊന്നും വളർന്നിട്ടില്ല. ബാക്കി
വക്കീൽ ഇരിപ്പുണ്ടല്ലോ, ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ അത് റോമക്കാരൻ്റെ ഭാഷയാണ്. കോ വാറൻഡം എന്ന് പറഞ്ഞാൽ അത് റോമക്കാരൻ്റെ ഭാഷയാണ്. അതുപോലെ നമ്മൾ പറയില്ലേ ജുഡീഷ്യറി, അത് റോമക്കാരൻ്റെ ഭാഷയാണ്. ഓടി ആർട്ടം പാർട്ടം, ബോസ് സൈഡും കേൾക്കണം എന്ന് പറഞ്ഞാൽ അത് റോമക്കാരൻ്റെ ഭാഷയാണ്. അപ്പോൾ യേശുവിനെ വിചാരണ ചെയ്ത അതേ കോടതിയുടെ ആ രീതിയും ഭാവവും ഒക്കെ ആ സിസ്റ്റമാണ് ഇന്നും നമ്മുടെ തിരുവനന്തപുരത്തെ കോടതി വരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ ചേർത്ത് പറയാം. അപ്പോൾ യേശുവിൻ്റെ ഭാഷയത അരമായിക്കാണ്. യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നവരാരാ? അതിസാധാരണക്കാരായ മനുഷ്യരാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്വന്തമായി സീലും ലെറ്റർപാടുമില്ല, ഹെഡ് ക്വാർട്ടറില്ല. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് ഈ ക്രിസ്ത്യാനിത്വം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്കൊരു തെറ്റിദ്ധാരണ വേണ്ട. ക്രിസ്ത്യാനിത്വത്തിൻ്റെ ചില സവിശേഷതകൾ തന്നെ അങ്ങ് തുറന്നു പറയാം. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ഒരു സ്ഥലത്തോടോ ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തോടോ പ്രത്യേകിച്ച് നന്ദിയോ കൂറോ ഇല്ലാത്തൊരു സമൂഹമാണ് ക്രൈസ്തവൻ. ഒറ്റവാക്കി പറഞ്ഞാൽ യേശു ജനിച്ച ആ ജെറുസലേമോ, യേശു വളർന്ന നസ്രത്തോ, യേശു പിറവി കൊണ്ട ബേത്ലഹേമോ, യേശുവുമായി ബന്ധപ്പെട്ട 120 മൈൽ ചുറ്റളവ് വരുന്ന പാലസ്തീൻ്റെ ഏതെങ്കിലും പ്രദേശം ക്രിസ്ത്യാനിക്കത്ര പ്രത്യേക താല്പര്യമൊന്നുള്ള സ്ഥലമൊന്നുമല്ല. ചരിത്ര പ്രാധാന്യം അവിടെയുണ്ട്. ഇതൊന്നും പുണ്യസ്ഥലമായോ വിശുദ്ധ നാടായിട്ടോ ക്രൈസ്തവൻ കാണുന്നില്ല. യഥാർത്ഥ ക്രൈസ്തവൻ ആ സ്ഥലത്തെ അല്ലെങ്കിൽ യെരുശലേമിനെ കാണേണ്ട എങ്ങനെയാണെന്നറിയാമോ? ആത്മീകമായി സോദോമെന്നും അവരുടെ കർത്താവ് മരിച്ചു കിടന്നതുമായ സ്ഥലം എന്നാണ് പറയുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഭൂമിയിൽ ഒരു സ്ഥലത്തോടോ ഒരു നിറത്തോടോ ഒരു കൊടിക്കൂറയോടോ ഏതെങ്കിലും അത്തരത്തിലെ ഭൗതികമായ ഒരു ഇടപാടുകളോടോ യാതൊരുവിധ കടപ്പാടുമില്ലാത്ത ദൃശ്യമായൊരു വിഗ്രഹത്തെയോ ദൃശ്യമായ ഏതെങ്കിലും തരത്തിലെ അത്തരം പ്രതീകങ്ങളെയോ ആരാധിക്കാതെ സത്യ ഏക ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം മുഴങ്കാൽ മടക്കുകയും അവിടുന്ന് അയച്ച കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവപുത്രനിൽ കൂടി ലഭിക്കുന്ന രക്ഷാകരണ പദ്ധതിയെ മാത്രം വിശ്വസിക്കുകയും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ നൽകുന്ന ദൈവപരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൻ്റെ പേരാണ് ക്രിസ്ത്യാനി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ യേശു ഇത്രയൊക്കെ പ്രസംഗിച്ചുള്ളൂ. അധികം പേരൊന്നും കേൾക്കാനില്ലെന്നേ. ഇനി കേൾക്കാനുണ്ടെങ്കിലും കാര്യമില്ല. ഇന്നിപ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട്, എത്ര പേര് നിങ്ങളുടെ യോഗത്തിൽ വന്നു? ചിലപ്പോഴൊക്കെ ആളുകൾ ഈ സെമിനാറിനൊക്കെ എന്നെ വിളിച്ചിട്ട് പറയും, അയ്യോ പാസ്റ്ററെ ആളില്ല. ഞാൻ പറയും, സംഘടിപ്പിച്ചാൽ നിങ്ങളവിടെ ഉണ്ടോ? പോയിട്ടില്ലല്ലോ. ഇല്ല, നിങ്ങൾ മതി, ഒരാൾ മതി. കേൾക്കാൻ മനസ്സുള്ള ഒരാളുണ്ടെങ്കിൽ നമുക്ക് പ്രസംഗം വരും, പേടിക്കാനില്ല. എന്താണ് കാരണം? ആളുകളുടെ ബാഹുല്യത്തിലല്ലെന്നേ കാര്യം. ഈ യോഗം കഴിയുമ്പോൾ നടത്തുന്ന കണക്കെടുപ്പിലല്ല കാര്യം. കാരണം തലങ്ങും വിലങ്ങും ഈ പാലസ്തീനെ മുഴുവൻ പ്രസംഗിച്ചിട്ടേ യേശുവിന് അവസാനം കിട്ടിയത് കഷ്ടിച്ച് 12 പേരെയാണ്. 12 പേരെ. അതിൽ എത്ര പേര് കൊള്ളാവുന്നവരുണ്ടെന്ന് ആലോചിച്ച് നോക്കി. കാര്യത്തിൽ കൊള്ളിക്കാവുന്ന ആളുകൾ ഇല്ലെന്നേ, ആരുമില്ലായിരുന്നു. കാരണം എപ്പോഴാണ് കാര്യത്തിൽ കൊള്ളിക്കുന്നറിയണ്ടേ? കർത്താവായ യേശു മരിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ആളാവശ്യമുള്ളത്. മനസ്സിലായില്ലേ? അല്ലാതെ പ്രകടനം നടത്താനല്ല. 5 അപ്പം കൊടുക്കുന്നിടത്ത് അതിൻ്റെ ഒരു ഭാഗം ഭക്ഷിക്കാൻ ആളുണ്ടോ എന്നല്ല നമ്മൾ നോക്കുന്നത്. ക്രൂശിക്കപ്പെടുമ്പോൾ ഒരാളെങ്കിലും ഈ ക്രൂശിൻ്റെ അരികിലുണ്ടോ? അണ്ട് അവനാ വിശ്വസ്തൻ. അവനിലൂടെ ആ ദൈവം വലിയ പ്രവൃത്തി ചെയ്യുന്ന. സ്തോത്രം. ഇന്ന് രാത്രിയുടെ വന്നിരിക്കുന്നവരെ, ക്രൂശിൻ്റെ തണലിൽ അതിൻ്റെ ചുവട്ട് നിൽക്കാൻ ചങ്കുറപ്പുള്ളവൻ്റെ മാർഗമാണ് ഈ സുവിശേഷത്തിൻ്റെ മാർഗം. ഹല്ലേലൂയ. ഇത് രോഗശാന്തി കിട്ടിയവൻ്റെ മാർഗമല്ല, കാറും വീടും മേടിച്ചവൻ്റെ മാർഗമല്ല, രാജ്യാന്തര യാത്രകൾ ചെയ്തവൻ്റെ മാർഗമല്ല. മറിച്ച് ക്രൂശിൻ്റെ ചുവട്ട് നിൽക്കാൻ, ക്രൂശ് മരം ചുമക്കാൻ, ആ ക്രൂശിൽ പിടയുന്നവനെ കണ്ടിട്ട് നീയാണ് ഞങ്ങളുടെ രക്ഷകനെന്ന് ചങ്കുറപ്പോടെ പറയാൻ ആക്കം കാട്ടുന്നവൻ്റെ പ്രസ്ഥാനമാണ് യേശുവിൻ്റെ സുവിശേഷം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയും അത്തരം ത്രസിക്കുന്ന ഹൃദയങ്ങളെ വിശ്വാസത്താൽ ഞങ്ങൾ കാണുന്നു. ഈ യോഗം തീരുമ്പോൾ നമുക്കും പറയാൻ സാധിക്കണം, ആ ക്രൂശ് എടുത്തുകൊണ്ട് നിന്നെ അനുഗമിക്കാൻ ഞങ്ങളിതാ ആത്മസമർപ്പണം ചെയ്യുന്നു. അത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആ ക്രൂശിനെ കെടുക്കാൻ മനസ്സുള്ളവരുടെ ഒരാരവാരം കൊണ്ട് നിറയട്ടെ. ഈ ഗ്രാമം മുഴുവൻ ആ ആരവാരം കൊണ്ട് നിറയട്ടെ. ഈ നാട് മുഴുവൻ ആ ആരവാരം കൊണ്ട് ത്രസിക്കട്ടെ. ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ആ ആരവാരമാകട്ടെ. വരും കാലഘട്ടത്തിൻ്റെ ഉണർവ്, ആ ഉണർവിൻ്റെ തീജ്വാലകൾ ഇന്ന് രാത്രിയുടെ ആളിക്കത്തുമെങ്കിൽ നമുക്കതിൻ്റെ ഒരു തീപ്പൊരി ഇട്ടിട്ടേ കടന്നു പോകാവൂ. യേശുവേ, ആ ക്രൂശ് ചുമക്കാൻ, ആ ക്രൂശിനെ പ്രസംഗിക്കാൻ, അവിടുന്ന് ഒഴുകുന്ന പുണ്യാക രക്തത്തിൻ്റെ മഹത്വം വർണ്ണിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഹല്ലേലൂയ. അവർക്കുള്ളതാണ് സുവിശേഷത്തിൻ്റെ പ്രചാരണം. ഹല്ലേലൂയ. ആ കൂടെ പിന്നെ രോഗശാന്തിയോ അത്ഭുതമോ ഒക്കെ നടന്നോട്ടെന്ന് കുഴപ്പമില്ലെന്ന്. നമ്മൾ പറയുന്നൊരു ഉദാഹരണം, നിങ്ങളൊരു ഇൻ്റർനാഷണൽ യാത്ര നടത്തിയാൽ ഈ ഫ്ലൈറ്റിലെ ടിക്കറ്റിൽ ഫുഡുണ്ട്. നല്ല ഫുഡാണ്. നല്ല വണ്ടിയെ കയറണം കേട്ടോ. അല്ല, ഖത്തർ എയർവേസിലൊക്കെ കയറണം. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ട്രംപ് ഖത്തറിനൊക്കെ ശാന്തി ശാസനം കൊടുത്തിട്ടുണ്ട്. കേട്ടാൽ
പിന്നെ അതിലൊക്കെ യാത്രയല്ലേ, ഖത്തർ വിമാനമൊക്കെ പൂട്ടി ഇവിടെ ഇരിക്കേണ്ടി വരും, അത് വേറെ കാര്യം, പോട്ടെ. അപ്പോൾ നല്ല വണ്ടിയിൽ കയറിയാൽ നല്ല ഫുഡ് കിട്ടും. പക്ഷെ ആരെങ്കിലും ഈ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി ഈ ഫ്ലൈറ്റിൽ പോവില്ല. നമ്മൾ ട്രിവാൻഡ്രം വരെ പോയാൽ നല്ല ഫുഡ് കിട്ടും, അത്രയും ചിലവ് വരത്തില്ല. ഇന്ന് ഈ സുവിശേഷം പ്രസംഗിക്കുന്നവർ ഈ ചെല്ലേണ്ട സ്ഥലത്തെക്കുറിച്ചല്ല പറയുന്നത്, ഫ്ലൈറ്റേ കിട്ടുന്ന കാര്യമാണ്. അതിലെന്തൊക്കെ കിട്ടുമെന്നാണ്, അതിൽ കിട്ടുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണമാണ് പറയുന്നത്. അതിലല്ലെന്നേ കാര്യം. നമുക്കങ്ങ് കടക്കണം, മറുകര കടക്കണം, ഈ കടൽ കടന്ന് പറക്കണം, ഈ പ്രതിസന്ധിയൊക്കെ കടന്ന് പറക്കണം. നമുക്കൊരു രാജ്യമുണ്ട്, ഒരു നിത്യതയുണ്ട്, അവിടെ പ്രിയപ്പെട്ടവർ കാത്തിരിപ്പുണ്ട്. മുന്നമേ കടന്നുപോയ കോടാനുകൂടി മനുഷ്യരെ മുഴുവൻ കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെടുന്ന, ജീവനോടെ ശേഷിക്കുന്ന, നമ്മൾ രൂപാന്തരപ്പെടുന്ന, ദൂതസഞ്ചയം നമ്മെ എതിരേൽക്കുന്ന ഒരു മനോഹര രാജ്യത്തിലേക്കുള്ള ആ പ്രയാണമാണ് സുവിശേഷത്തിൻ്റെ വാഗ്ദത്തം. നിത്യതയെക്കുറിച്ച് പറയാത്തതൊന്നും സുവിശേഷമല്ല, ക്രൂശിനെക്കുറിച്ച് പറയാത്തതൊന്നും സുവിശേഷമല്ല. ഹല്ലേലൂയ. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ യേശു ഇത്രയൊക്കെ പ്രസംഗിച്ചു, കേൾക്കാൻ അധികം ആളുമില്ല. ആ കാലഘട്ടത്തിൽ ഇത് തീരുമെന്ന ഓർത്ത്, പക്ഷെ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട്, സ്തോത്രം, ഈ ചെറിയ സമൂഹത്തോട് ചെറിയൊരു ഭാഷയിൽ കുറച്ചു നാൾ മാത്രം പ്രസംഗിച്ചവൻ്റെ വചനം ഉലകം മൊത്തം വ്യാപരിച്ചു, ഭൂമി മൊത്തം വ്യാപരിച്ചു. ഹല്ലേലൂയ. ചന്ദ്രനിൽ കുത്തിയ മനുഷ്യനെ നീലാം സ്ട്രോങ്ങും എഡ്വിൻ ആൾട്ടിനും മൈക്കിൾ കോളിൻസും ആദ്യം ചെയ്ത പണികൾ കണ്ടേ. ചന്ദ്രനിൽ ഗ്രാവിറ്റി ഒന്നുമില്ലെന്നാണ് പറയുക. അവിടെ ചന്ദ്രനിൽ പോയോ ഇല്ലയോ എന്നൊക്കെയുള്ള തർക്കം അവിടെ നിൽക്കട്ടെ. നമ്മൾ കേൾക്കുന്ന ചരിത്രം അനുസരിച്ച് അവർ മൂന്നാളുകളും ആ ഗ്രാവിറ്റി കുറവുള്ള സൂര്യൻ്റെ നെഞ്ചിലേക്ക് പാദമൂന്നി നിന്നുകൊണ്ട് ഒരു വിധത്തിൽ കരം കോർത്ത് പിടിക്കാൻ ശ്രമിച്ചിട്ട് പറഞ്ഞു, നീ ഉണ്ടാക്കിയ സൂര്യനെയും ചന്ദ്രനെയും ആകാശത്തെയും നക്ഷത്രങ്ങളെ ഓർക്കുമ്പോൾ മർത്തനെ വിചാരിപ്പാൻ അവൻ എന്ത്. അമ്പിളിമാമൻ്റെ നെറുകയിലും ആദ്യം ഉയർന്നു കേട്ടത് വിശുദ്ധ ബൈബിളിൻ്റെ വചനമാണെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് രാത്രി ഓർക്കണം, മനുഷ്യ സ്പർശമുള്ള പ്രപഞ്ചത്തിൻ്റെ സകല മേഖലകളിലും ഓടിച്ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയുള്ള ആദ്യ കാലഘട്ടത്തിൽ ഈ സുവിശേഷം പ്രസംഗിക്കുന്നതൊക്കെ നിയമവിരുദ്ധമായിരുന്നു. നിയമവിരുദ്ധം എന്ന് പറഞ്ഞാൽ പോരാ, കൊന്നുകളയുന്ന കാലം. ഈ കൊന്നുകളയുന്ന രീതിയൊക്കെ ഒരു പൊതുജന സമൂഹം പ്രസംഗിച്ചുകൂടാ. 1-ാം നൂറ്റാണ്ടിൽ അനുഭവിച്ച ചില പീഡകളൊക്കെ ഉണ്ട്. നമ്മുടെ പാട്ട് പാടുന്ന സഹോദരന്മാരെല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. നമ്മൾ ചിലപ്പോൾ ഒരു പാട്ട് പാടുമല്ലോ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം സൗജന്യമായിട്ട് പോരട്ടെ എന്ന്. സൂക്ഷിച്ചേ പാടാവുള്ളൂ. ആദ്യ നൂറ്റാണ്ടിൽ കിട്ടിയ അനുഭവം കേട്ട പിന്നെ ബോധമുള്ളൊരു മനുഷ്യനും പാടുകയില്ല. ചെറിയ വെളിവെങ്കിലുള്ളവൻ പാടുകയില്ല, എന്നാലും ധൈര്യമുള്ളവൻ പാടിക്കണം. എന്താ കാര്യം എന്നറിയണ്ടേ? അത്ഭുതവും അടയാളവും മാത്രമല്ലെന്നേ, നഷ്ടങ്ങളുടെ വലിയൊരു കണക്ക്. അപ്പനെ നഷ്ടപ്പെട്ടവർ, അമ്മയെ നഷ്ടപ്പെട്ടവർ, പിഞ്ചോമനകളെ നഷ്ടപ്പെട്ടവർ, ക്രൂശ് നിമിത്തം നഷ്ടം സഹിക്കേണ്ടി വന്നവൻ്റെ ചരിത്രമായിരുന്നു അത്. യേശുവിനെ പ്രസംഗിച്ച ആയിരക്കണക്കിന് രക്തസാക്ഷികളെ നിഷ്കരുണം കൊന്നു തള്ളിയ നിരവധി റോമൻ സാമ്രാട്ടുകൾ, 10 റോമൻ ചക്രവർത്തിമാർ 300 കൊല്ലം കൊണ്ട്, അതായത് 3 നൂറ്റാണ്ട് കൊണ്ട് ക്രിസ്ത്യാനിത്വം എന്ന മഹത്തര ആശയത്തെ അടിച്ചൊതുക്കി ഉന്മൂലനം ചെയ്യാൻ പെടാപ്പാട് പെട്ടുകൊണ്ടിരുന്നൊരു കാലം. അത് നമ്മുടെ ആളുകളെ പിടിച്ച് ചുണ്ണാമ്പ് ചൂളകളിൽ മുക്കിക്കൊന്നു. 1-2 പേരെയല്ല, ആയിരക്കണക്കിന് മനുഷ്യരെ ചുണ്ണാമ്പ് ചൂളയിൽ മുക്കിക്കൊന്നു. റോമിൽ കൊലക്കളം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഒരു വലിയ ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിന് ഗാലറികളുണ്ട്, പടിക്കെട്ടുകളൊക്കെ ഉണ്ട്. ഇതിലേക്ക് വെള്ളം നിറയ്ക്കാൻ ഒരു സൗകര്യമുണ്ട്. അതിൻ്റെ ചില ഷട്ടറുകളൊക്കെ അടച്ചു കഴിയുമ്പോൾ ഇതൊരു നീന്തൽക്കുളം പോലെയാകും. അങ്ങനെയുള്ള മനോഹരമായൊരു സ്ഥലം. അവിടേക്ക് ആയിരക്കണക്കിന് ആളുകൾ കലാപ്രകടനങ്ങൾ കാണാൻ വരും. ആ കലാപ്രകടനം എന്താണെന്നറിയണ്ടേ? ആഴ്ചകളോളം ഇരയെ കൊടുക്കാതെ വളർത്തുന്ന സിംഹങ്ങളുടെയും അതുപോലെ കടുവകളുടെയും ഒക്കെ മുമ്പിലേക്ക് ജീവനുള്ള മനുഷ്യനെ പിടിച്ചിറക്കി വിടുക. ആരെയാ ഇടുന്നതെന്നറിയണ്ടേ? അതിനോട് പോരാടാൻ കെൽപ്പുള്ള മനുഷ്യരൊന്നും അല്ലെന്നേ പാപം സുവിശേഷകന്മാരെ അതിൻ്റെ മുമ്പിലേക്ക് എടുത്തിട്ട് കൊടുക്കും. ആ കളി കാണാൻ വേണ്ടി അയാളുടെ ഭാര്യയും കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. സ്വന്തം പറയപ്പെട്ടവൻ്റെ മരണം അങ്ങനെ കാണാൻ നിവൃത്തിയില്ലാതെ ഈ ഭാര്യ കണ്ണടയ്ക്കുമ്പോൾ ചാട്ടവാറിന് അടിച്ചടിച്ചടിച്ച് കണ്ണു തുറക്കും. സ്തോത്രം. ബോധം കെട്ട് വീഴുന്ന നിരവധി അനുഭവങ്ങൾ. ഈ സ്ഥലത്ത് വെളിച്ചം വേണ്ടേ? എങ്ങനെയാ വെളിച്ചം കൊടുക്കുന്നറിയണ്ടേ? ഇരുമ്പ് തൂണുകളിലേക്ക് മനുഷ്യനെ പിന്നോട്ട് കൈകൾ ചേർത്ത് വെച്ച് കെട്ടിയിട്ട്, തൂണും മനുഷ്യനെയും ചേർത്ത് മെഴുകി വെച്ച തുണി കൊണ്ട് ചുറ്റിയിട്ട് മുകളിൽ തീ കൊടുത്തിട്ട് ആടുന്ന തീപ്പന്തങ്ങൾക്ക് മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് കലാപ്രകടനങ്ങൾ ആസ്വദിക്കുന്നത്. അക്കാലത്ത് റോമിലെ ക്രൂരന്മാരായ ഭരണാധികാരികൾ ചെയ്തത് 1-2 പേരെയല്ല, ലക്ഷക്കണക്കിന് ആളുകളെ നഷ്ടപ്പെട്ട മാർഗമാണ് യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ മാർഗം. ഓരോ നിമിഷം കഴിയുന്തോറും ആയിരങ്ങൾ പ്രാണൻ കൊടുക്കാൻ സന്നദ്ധരായി വരുന്ന കാലഘട്ടത്തിൽ ഒരിക്കലൊരു സംഭവം ഉണ്ടായി.
AD 85 കാലഘട്ടമാണ്. അന്ന് റോം ഭരിച്ചിരുന്നത് ക്രൂരനായ ഡൊമീഷ്യൻ എന്നൊരു ചക്രവർത്തിയാണ്. ആളിൻ്റെ ക്രൂരത നിങ്ങൾക്ക് കേൾക്കാൻ അദ്ദേഹത്തിൻ്റെ ക്രൂരതയുടെ ഒരു സ്വഭാവം ഞാൻ പറയാം. അത് വളരെ ചിന്തനീയമാണ്. അയാൾക്ക് ഡൊമിറ്റില്ല എന്ന് പേരായിട്ടുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. ആ ഡൊമിറ്റില്ലെ വിവാഹം കഴിച്ച ഫ്ലാവിയസ് എന്നൊരാളായിരുന്നു. ഈ രണ്ടാളുകൾക്കും ഈ ഡൊമീഷ്യൻ കൈസർ ഒരു ജോലി കൊടുത്തു. എന്താണെന്നറിയണ്ടേ? ദൂരങ്ങളിലെ ശവകുടീരങ്ങൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് ക്രൈസ്തവർ പ്രാർത്ഥിക്കുന്ന റിപ്പോർട്ട് എടുക്കണം. സ്പൈ വർക്ക്, ചാരപ്പണി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ പൽമോസൊന്നും IPC എന്നും ചർച്ചക്കോടൊന്നും ബോർഡ് വെക്കാൻ പറ്റില്ല. ആ കാലഘട്ടത്തിൽ അന്ന് ശവകുടീരങ്ങളിലിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ദൂരമലമുകളിലെ ഗുഹകൾക്കുള്ളിലാണ് ശവകുടീരങ്ങൾ. എന്താണ് കാരണം? അന്നും ഇന്നും മനുഷ്യന് ഈ ശവകുടീരങ്ങളൊക്കെ ഭയമാണ്. സ്തോത്രം. ഇതുകൊണ്ട് ആളുകൾ, സാധാരണ മനുഷ്യരാരും അങ്ങോട്ട് ചെല്ലുകയില്ല. ശവക്കോട്ടയിലിരിക്കുന്നതിൻ്റെ അടുത്തോട്ട് ചെല്ലുകയില്ല, പേടിച്ച് ചെല്ലുകയില്ല എന്ന് ഓർത്തുകൊണ്ട് ആദിമകാല ക്രൈസ്തവർ പൊതുസ്ഥലങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ഈ ശവകുടീരങ്ങളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ബോർഡ് വെക്കാനുള്ള പ്രയാസം കണ്ട് ഒരു മത്സ്യത്തിൻ്റെ ചിത്രം വരച്ചു വെക്കും. മത്സ്യത്തിൻ്റെ ആ ചിത്രം തലയുണ്ടല്ലോ, അതിൻ്റെ വാല് ഒരു ആരോ പോലെയാണ്. ഈ വഴി പോയാൽ ഇന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുണ്ട് എന്നുള്ള ഒരറിവ് കിട്ടും. പലയിടങ്ങളിൽ ആ ചിത്രം വരച്ച് ആളുകൾ ഇങ്ങനെ ഈ സ്ഥലത്ത് ചെല്ലും. ഇടയ്ക്കൊക്കെ നമ്മുടെ വിശ്വാസികളെ നിർത്തിയിട്ടുണ്ട്. അവർ തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഭാഷ ഉപയോഗിക്കും. ആ കോഡ് ഭാഷ നമുക്കിന്ന് സുപരിചിതമാണ്. മാറാനാഥ എന്ന് പറയും. അത് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും നമ്മുടെ കർത്താവ് വരാറായി. അപ്പോൾ കേൾക്കുന്നവൻ പറയും അനാഥമാ. അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് വരാറായി. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. എന്നിട്ട് രണ്ടാളും ചേർന്ന് ഇവരെ ഇങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ കാണാം. അവിടെ വിശുദ്ധ ലിഖിതമായി ഇരട്ടത്തിരുന്ന് വായിക്കാനുള്ള സൗകര്യം കുറവുള്ളത് കൊണ്ട് ചില മെഴുതിരി കഴുതിയാണ് വരുന്നത്. ആ മെഴുതിരി അങ്ങോട്ട് ജ്വലിപ്പിക്കും. എന്നിട്ട് ഈ വിശുദ്ധ ലിഖിതത്തിൻ്റെ ചുരുൾ അങ്ങോട്ട് തുറന്നിട്ട് അങ്ങോട്ട് വായിക്കില്ലേ. 91 സങ്കീർത്തനവും 23 സങ്കീർത്തനമൊക്കെ അങ്ങോട്ട് വായിക്കും. മനോഹരമായിട്ടത് അങ്ങോട്ട് ആലപിക്കും. ഇങ്ങനെയാണ് ഈ പള്ളികളിൽ മെഴുതിരി കത്തിച്ചു വെക്കുന്ന ചടങ്ങുണ്ടായത്. മനസ്സിലായില്ലേ? അപ്പം നല്ല പാരമ്പര്യങ്ങൾ വന്ന വഴി അതൊക്കെ ഇന്ന് എങ്ങനെയായിരുന്നു നിങ്ങൾ ഓർത്തേ? അപ്പോൾ ഇതങ്ങോട്ട് വായിക്കും. അതങ്ങോട്ട് വായിച്ച ശേഷം കർത്താവിൻ്റെ ദാസൻ എഴുന്നേറ്റിട്ട് ഈ സങ്കീർത്തനത്തെ ആസ്പദമാക്കി മനോഹരമായ ഒരു സന്ദേശം അങ്ങോട്ട് നൽകും. ഈ സന്ദേശം കേട്ട് കഴിയുമ്പോൾ തകർന്നിരിക്കുന്ന മനസ്സുകളൊക്കെ അങ്ങ് ശക്തിപ്പെടും. അവരാ ഉണർവിലേക്ക് എഴുന്നേറ്റ് വരും. എന്താ കാര്യം എന്നറിയണ്ടേ? ഇത് കഴിഞ്ഞ് പ്രാർത്ഥനയ്ക്ക് അവസരം കൊടുക്കുമ്പോൾ സഹോദരിമാരാദ്യം എഴുന്നേൽക്കും. അവർ എഴുന്നേറ്റിട്ട് പറയും, ഞാനിന്ന് അതീവ ദുഃഖിതയായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ച എൻ്റെ കൺമുമ്പിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവനെ ചാട്ടവാറിനടിച്ച് വലിച്ചിടച്ച് കൊണ്ടുപോയി. കാരണം ഒന്നേ ഉള്ളൂ, ഞങ്ങൾ യേശുവിനെ അറിയുന്നവരാണെന്ന് പട്ടാളത്തിന് അറിവ് കിട്ടി. അദ്ദേഹം പോകുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു, പ്രിയേ ഞാൻ വിട്ടുപോകുകയാണ്. പക്ഷേ പോകുമ്പോൾ ഒരു കാര്യം നമുക്കിവിടെ വെച്ച് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിത്യതയിൽ വെച്ച് കാണാം. നമ്മുടെ കർത്താവ് വരാറായി. അവനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനെന്ന് പറഞ്ഞ് പോകുമ്പോൾ പിഞ്ചോമനകൾ ഈ മാറോട് ചേർന്നിരുന്ന് കരഞ്ഞു. ഈ സമയം വരെ അദ്ദേഹം മടങ്ങി വന്നിട്ടില്ല. ഈ വേദന പങ്കുവെക്കാൻ വരുമ്പോഴാ ഞാൻ കേൾക്കുന്നത്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനെടുക്കയില്ല. ഈ വചനം എനിക്കൊരു ബലമല്ലേ തന്നേ, ഈ വചനം എനിക്കൊരു ശക്തിയല്ലേ തന്നത്. ഇതങ്ങോട്ട് പറഞ്ഞോട് പറയും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തിരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇതങ്ങോട്ട് പറയുമ്പോൾ ഒളിവിലെവിടെയോ പോയ പ്രിയപ്പെട്ടവന് വിടുതൽ കിട്ടിയ കഥയുമായി മറ്റൊരാൾ എഴുന്നേൽക്കും. അപ്പോൾ ഒരാൾ വിടുതലിൻ്റെ കഥ പറയും. വാളിൻ്റെ വായ്ത്തലയ്ക്ക് തെറ്റി ഒഴിഞ്ഞ് അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെട്ടു പോന്നു. റോമൻ പടയാളികൾ എന്നെ പീഡിപ്പിക്കാൻ കാത്തിരിക്കെ ചുട്ടുപഴിപ്പിച്ച കുന്തം വായിച്ച് കൊല്ലാൻ ശ്രമിക്കവേ ഒരു തലനാരിഴയ്ക്ക് വ്യത്യാസത്തിൽ ഇതാ പ്രാണനുള്ളവനായി ജയാളിയായി ഞാൻ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നു. ഹല്ലേലൂയ. ഈ ഇത്തരം ഒരു സാക്ഷ്യം പറയുമ്പോൾ മറുവശത്തൊരു സാക്ഷ്യം കേൾക്കാം. സ്തോത്രം. അത് നഷ്ടം വന്ന സാക്ഷ്യമാണ്. ചിലക്ക് ആ കാര്യം അറിയത്തില്ല, ചിലക്ക് ഈ വിടുതൽ മാത്രമേ അറിയത്തുള്ളൂ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നതും ഒരു ജയമാണ്, ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നതും ഒരു ജയമാണ്. അത് വിടുതൽ മാത്രം എപ്പോഴും കിട്ടുമെന്ന് ഓർത്തിരിക്കരുത്. ചിലപ്പോഴൊക്കെ സഹിക്കേണ്ടി വരും. ഹല്ലേലൂയ. അതിനാ എബ്രായ ലേഖനം പറയുന്നത്, ചിലർക്ക് ദൈവത്തിൻ്റെ ഇടപാട് കൊണ്ട് വിശ്വാസത്താൽ ചിലക്ക് ലഭിച്ച അവർ തീയുടെ ബലം കെടുത്തി, സിംഹങ്ങളുടെ വായ അടച്ചു. സ്തോത്രം. വീണ്ടും പറയുക, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ തിരിച്ചു കിട്ടി. 100 കഥകൾ അങ്ങോട്ട് പറഞ്ഞിട്ട് പറയുക, അവർ രാജ്യങ്ങളെ അടക്കി, തീയുടെ ബലം കടത്തി, നീതി നടപ്പിലാക്കി, സിംഹങ്ങളുടെ വായ അടച്ചു. ഇതിനൊറ്റ വാക്കിൽ പറയാം, അവർക്ക് വിടുതൽ കിട്ടി. അവരുടെ പ്രാർത്ഥനയുടെ വലിയ മാറ്റങ്ങളുണ്ടായി. അവർ ദേശത്തിനും സമൂഹത്തിനും മാറ്റം വരുത്തിയെങ്കിൽ വേറെ ചിലർ എന്നങ്ങോട്ട് പറഞ്ഞിട്ട് അപ്പോസ്തലൻ പറയുക,
വേറെ ചിലരെ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. എന്തിനാണെന്നറിയണ്ടേ? വളരെ നല്ല ഒരു ഉയർപ്പ് ലഭിക്കുമെന്ന് കരുതി ഉദ്ധാരണം, അതായത് വിടുതൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭേദ്യമേൽക്കുന്ന വിധത്തിൽ തങ്ങളെ ഏൽപ്പിക്കാൻ കാരണം എന്താണെന്നറിയണ്ടേ? അകക്കണ്ണ് തുറക്കുന്നവനറിയാം കഷ്ടം അനുഭവിക്കുന്നത് ഒരു വരമാണ്, അത് സഹിക്കാൻ കഴിയുന്ന ഒരു വരമാണ്. ഇന്ന് രാത്രി വിടുതൽ മാത്രമല്ല, യേശു നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, പ്രാണൻ വെച്ച് കൊടുത്ത് യേശുവിന് വേണ്ടി നിൽക്കേണ്ടി വന്നാൽ, അടിയനെ സമർപ്പിക്കുന്നു പറയാൻ ഒരാളെങ്കിലും സന്നദ്ധത ഉണ്ടെങ്കിൽ ഈ പത്മോസ് എന്ന പേരിനൊരു അർത്ഥമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ചിലർ പറയും, എനിക്കെൻ്റെ പ്രിയപ്പെട്ടവനെ നഷ്ടപ്പെട്ടു, എൻ്റെ ഒക്കത്ത് കിടന്നുറങ്ങിയ പിഞ്ചോമനിയെ പിടിച്ചെടുത്ത് നിഷ്കരണം അടിച്ചു കൊല്ലുമ്പോൾ, എൻ്റെ കുഞ്ഞിനെ കൊന്നുകളയുമ്പോഴും ഞങ്ങൾ യേശുവിനെ വിട്ടില്ല, ഞങ്ങൾ യേശുവിനെ നിരാകരിച്ചില്ല. ഞങ്ങൾക്കെതിരെ പരിശോധനയുടെ 100 ആയുധങ്ങൾ എതിരെ വന്നിട്ടും തോറ്റുകൊടുക്കാതെ, ഞങ്ങളുടെ സമ്പത്ത് അപകരിച്ച് കളഞ്ഞിട്ട് ആക്രമിച്ചിട്ട് തോറ്റുകൊടുക്കാതെ ജയാളിയായി ഞങ്ങളിവിടെ വന്നു. അങ്ങനെ ഒരു സാക്ഷ്യം, ഒരു സാക്ഷ്യത്തെ ഉളവാക്കുന്ന പ്രവണത 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. ഈ സാക്ഷ്യമൊക്കെ നമ്മൾ ഇന്ന് എവിടെ കൊണ്ട് എത്തിച്ചു എന്ന് നമ്മളൊന്ന് നോക്കിയാൽ മതി. മനസ്സിലായില്ലേ? ഇനി ജൽദി സ്റ്റേജിൽ വന്ന് സാക്ഷ്യം പറയാം. അവൻ കള്ള് കുടിച്ച കഥയായി പറയുന്നത്. മനസ്സിലായില്ലേ? അവൻ പരോളിലിറങ്ങി കള്ള് കുടിച്ചു, തല വെട്ടിക്കളഞ്ഞു. ഇതും കേട്ടിട്ട് ഒരിക്കലും തല വെട്ടാത്ത നമ്മളങ്ങ് ആത്മാവിലാകാം. നമ്മുടെയൊക്കെ ബോധം എന്താ? മനസ്സിലായില്ലേ? അവൻ കള്ളു കുടിച്ച് നശിച്ചു വഴി കിടന്നു. ഒരുത്തം പറയുന്നത് കേട്ടു, ഞാൻ ഇനി ആ വഴി പോകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ പറയും, ഇവിടെ എനിക്ക് നേരമൊന്നുമില്ല. നീ അതിലെവിടെ പോകുമ്പോൾ വീണ്ടും കുടിക്കുമെന്ന് ഓർത്ത് ഇവിടെ പേടിച്ചിരിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. അത് ഭക്തൻ്റെ ലക്ഷണമല്ല. ഒരിക്കൽ തോറ്റെടുത്തു കൂടി ഭക്തൻ പോകുമ്പോൾ ജയാളിയായിട്ട് പോകണം. എവിടെ നമ്മൾ തോറ്റോ അവിടെ ജയാളിയായി പോകാൻ മനസ്സുള്ളവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അക്ഷരവും ബോർഡും കാണുമ്പോൾ ആകർഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി വിടുതലെടുത്തോണം. അവിടുന്ന് മാറിയൊന്നും നടക്കേണ്ടെന്ന്. അതിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോഴും പറയാം, പണ്ട് നീ എന്നെ തോൽപ്പിച്ചതാ, ഇന്ന് തൻ്റെയുടെ കൊണ്ടേ വാ, പഴയ ഞാനല്ല, വാ നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നവരെയാ യേശുവിന് ആവശ്യമുള്ള. സ്തോത്രം, ഹല്ലേലൂയ. നീ നിർത്തിയിരിക്കുന്ന ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല എന്ന് പറയുന്ന ചങ്കുറപ്പിൻ്റെ പേരാ ക്രിസ്ത്യാനിത്വം. അവർക്കുള്ളതാ വിശ്വാസം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോഴേ നമ്മളിന്ന് ആ സാക്ഷിയൊക്കെ കൊണ്ട് നശിപ്പിച്ചൊരു പരുവാക്കി. ഇതെങ്ങനെയും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന് ഓർത്തായിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതെന്താണ് ഇതുപോലെ വിളിച്ചു ഒത്തിരി കാറിക്കൂപ്പിയൊന്നും സാക്ഷ്യം പറയാൻ നിൽക്കരുത്. എന്താണെന്നറിയണ്ടേ? നമ്മൾ യേശുവിനെ സ്വീകരിച്ചു, പൗലോസ് യേശുവിനെ സ്വീകരിച്ചു, ഇനി വരാനുള്ളവൻ യേശുവിനെ സ്വീകരിച്ചു. അതിൻ്റെ എല്ലാം മുതൽ മുടക്കം ഒന്നാ യേശുവിൻ്റെ വിലയേറിയ രക്തം. ഞാൻ രക്ഷിക്കപ്പെട്ടതും നിങ്ങൾ രക്ഷിക്കപ്പെട്ടതും എല്ലാവർക്കും രക്ഷയ്ക്ക് വേണ്ടി യേശു മുതൽ മുടക്കം ഒന്നേ തന്നിട്ടുള്ളൂ. അത് അവിടുത്തെ രക്തമാണ്. അതിന് കൂടുതലും കുറവൊന്നുമില്ല. പിന്നെന്താ സാക്ഷ്യം പറയേണ്ടതെന്ന് അറിയണ്ടേ? ഈ മിഷണറി സാക്ഷ്യങ്ങൾ കേൾക്കണമെന്ന്. മിഷണറിമാർ ത്യാഗം സഹിച്ചതേ, പോയി പ്രവർത്തിച്ചതൊക്കെ കേൾക്കണം. അവരെങ്ങനെയൊക്കെ സുവിശേഷത്തിന് വേണ്ടി നിന്നു എന്നത് കേൾക്കണം. അവൻ കള്ളു കുടിച്ച കഥ കേട്ടാൽ പിള്ളേർക്കും പോയി കള്ളു കുടിക്കാൻ തോന്നും. അതാ രസം. മനസ്സിലായോ പറഞ്ഞു? അതാ സംഭവം. അങ്ങനെ വരരുത്. ഞങ്ങളുടെ കൂടെ പരസ്യത്തിന് വന്ന ഒരുത്തൻ ഈ ലഹരി കിട്ടാൻ വേണ്ടി വൈറ്റ്നർ ഉപയോഗിച്ച കഥ പറഞ്ഞു. അത് കേട്ടേച്ചൊരു കൊച്ചൻ പോയി അതുപോലെ ചെയ്തെന്നാണ് പറഞ്ഞു. ഈ പൊട്ടുകഥകളൊന്നും പറഞ്ഞ് അല്ല സുവിശേഷം പറയേണ്ടത്. സുവിശേഷത്തിൻ്റെ തനിമ, വ്യതിരിക്തത അത് സൂക്ഷിച്ചു കൊണ്ടുപോകണം. സ്തോത്രം. അപ്പോൾ എന്തിനാ പറഞ്ഞേ? 1-ാം നൂറ്റാണ്ടിലെ ഈ പീഡകൾക്കിടയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ കണ്ടുപിടിച്ച് സ്പൈ വർക്ക് ചെയ്യാൻ, ചാരപ്പണി ചെയ്യാൻ ഫ്ലാവിയസിനെയും ഡൊമിറ്റിലെയും നിയോഗിച്ചു. നമ്മളെപ്പോലെ വേഷം മാറിയൊക്കെ ഇവർ വന്നിരുന്നു, പാട്ട് പാടുകയും ഒക്കെ ചെയ്തു. അനാഥമ മാറാനാഥ എന്നൊക്കെ അവരും പറഞ്ഞു. പാവം ദൈവമക്കൾ തെറ്റിദ്ധരിച്ചത് ദൈവമക്കളാ, ചാരപ്പണിക്ക് വന്നാന്നും അറിഞ്ഞില്ല. ദൈവാസനെല്ലാം കഴിഞ്ഞ് സമാപന സന്ദേശം കൊടുത്തു. പ്രസംഗം കൊണ്ട് കത്തിക്കയറുകല്ലേ. അതിൻ്റെ ക്ലൈമാക്സിലെത്തിയപ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന ദൈവപരിശുദ്ധാത്മാവ് അങ്ങോട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ഫ്ലാവിയസ് എഴുന്നേറ്റ് നിന്ന് കരഞ്ഞു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊരു കൊടും പാപിയാണ്. ഞാനിവിടെ വന്നത് നിങ്ങളെ ഒറ്റിക്കൊടുക്കാനാ. നിങ്ങളുടെ കയ്യിൽ ആമം വെച്ച് ചങ്ങല ധരിപ്പിച്ച് വലിച്ചിടച്ച് ചക്രത്തിന് മുമ്പിൽ ഹാജരാക്കാനാ. പക്ഷേ മരണത്തിൻ്റെ മുമ്പിൽ അടിപതറാത്ത നിങ്ങളുടെ സന്തോഷം കണ്ടപ്പോൾ, എൻ്റെ ജീവിതത്തിൽ നല്ല ഭക്ഷണം കഴിച്ചിട്ടും അനവധി സ്വത്തുണ്ടായിട്ടും ചക്രവർത്തിയുടെ സഹോദരിയെ വിവാഹം കഴിച്ചിട്ടും കിട്ടാത്ത സംതൃപ്തി ഈ കല്ലറയുടെ അരികിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കൂടെ ഇരുന്നപ്പോൾ കിട്ടി. ലോകം തരാത്ത ഈ സമാധാനം
എനിക്കിനി വെച്ചു മാറാൻ കഴിയില്ല. ആ ഡൊമിറ്റില്ലയും പൊട്ടിക്കരഞ്ഞ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഈ രണ്ടാളെയും അതിക്രൂരമായി ആക്രമിച്ച് കൊന്നുകളഞ്ഞ ക്രൂരൻ്റെ പേരാ ഡൊമീഷ്യൻ. അയാൾ പിന്നെ നമ്മളെ വെച്ചേക്കോ? അങ്ങനെയുള്ള ഡൊമീഷ്യൻ യോഹന്നാന് പാരമ്പര്യം പറയുന്നത് തിളച്ച എണ്ണയിൽ എടുത്തിട്ടെന്നാണ്. തിളച്ച എണ്ണയിൽ അങ്ങനത്തെ ഒരു ശിക്ഷയുണ്ട് പണ്ട് കേട്ടോ. നമ്മൾ ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പോലെ വലിയ അണ്ടാവ് വെച്ചിട്ട് അതിനുള്ളിലേക്ക് മനുഷ്യനെ എടുത്തിട്ടാൽ നമ്മൾ പൊള്ളിപ്പോവും. യോഹന്നാനാണെന്നോർത്ത് എണ്ണയ്ക്കൊരു വിട്ടുവീഴ്ച ഉണ്ടാവുമോ? ഇല്ലെന്ന്. നമുക്കും ഈ എണ്ണയ്ക്കകത്ത് ചാടിയ നമുക്കും എല്ലാം സെയിമാണ്, വ്യത്യാസമൊന്നുമില്ല. വിശ്വാസിക്കും അവിശ്വാസിക്കും ഇതെല്ലാം ഒരുപോലെയാണ്. പക്ഷെ ചില ഘട്ടങ്ങളിൽ ഒരു വിടുതലുണ്ടാവും. എന്താ കാര്യം? ഉദാഹരണത്തിലേക്ക് വരാം. നമ്മുടെ പൗലോസ് ഒരു ഘട്ടത്തിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കെ കോടതിയുടെ പോക്ക് ശരിയല്ലെന്ന് കണ്ടു. അദ്ദേഹം റോമൻ പൗരനാണ്. റോമൻ പൗരന് ഒത്തിരി ബെനഫിറ്റുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ സുപ്രീം കോടതിയിൽ പോവാണ്, ഞാൻ കൈസറെ അഭയം ചൊല്ലുന്നു. അപ്പോൾ ഇനി കീഴ്ക്കോടതികൾക്കൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹം അടക്കമുള്ള കുറ്റവാളികളെ കപ്പലിൽ കയറ്റി യാത്രയാക്കി. ഹിപ്പാലസ് എന്നറിയപ്പെടുന്നൊരു കാറ്റുണ്ടായിരുന്നു. കാറ്റിൻ്റെ പേരാട്ടോ ഇപ്പോഴാ സുനാമിക്കൊക്കെ പേര് മാറിയത്. ഈ കപ്പലിൻ്റെ ഗതി ഈ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് പായ്ക്കപ്പൽ മിഡിൽ ഈസ്റ്റിലൂടെയൊക്കെ പോകുന്നത്. അങ്ങ് റോമിൽ ചെല്ലണം. അനവധി മുനമ്പുകളെ താണ്ടി കടലിലൂടെ യാത്ര ചെയ്ത് പോയപ്പോൾ പൗലോസിൻ്റെ രീതിയും ഭാവവും ഒക്കെ കണ്ട് ഈ കപ്പൽ പ്രമാണിക്കും കൂടെയുള്ളവർക്കൊക്കെ ഒരു മതിപ്പ് തോന്നി. എങ്കിലും കുറ്റവാളികളാണ്. അവരോട് മതിപ്പ് തോന്നിയാലും റോമാ സ്ഥലം, അവിടെയൊക്കെ വിട്ടുവീഴ്ചയൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഈ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കയ്യും വെച്ചാൽ വരുന്നത്, വിജയിച്ചെന്ന് കണ്ടിട്ടില്ലേ? ഇതുപോലെയാണ്. നമ്മളൊക്കെ കേൾക്കും കഠിന തടവെന്ന്. വക്കീൽ പറയുന്നതിലൊന്നുമല്ല കഠിന തടവ്, വിശ്വസിക്കരുത്. കഠിന തടവെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മളെയൊക്കെ ഇടുന്നെങ്കിൽ ക്രൂരമായ ജയിലരിക്കൊള്ളിക്കൊണ്ടിടും. എന്നാൽ കാശുള്ളവനെ ഇടുന്നെങ്കിൽ പിണ്ടതയിലും തൂത്ത് പോലീസ് ഇവനെ തടവുന്നു എന്നേ അർത്ഥമുള്ളൂ. മസാജിങ്, കഠിന തടവ്, വ്യത്യാസം അതാണ്. മനസ്സിലായില്ലേ? സംഗതി കേട്ടാൽ ശിക്ഷയൊക്കെയാണ്, പക്ഷേ സംഭവം എന്തുവാ? അവനവിടെ സുഖചികിത്സയാണ്. മനസ്സിലായില്ലേ? സുപ്രീം കോടതി ശിക്ഷിച്ചവനെ മന്ത്രിസഭ കൂട്ടിയിട്ട് ചേട്ടൻ കയറി പോക്കൊള്ളാൻ പറയും. അത്തരം സ്ഥലങ്ങളാണ്, അത്തരം നിയമങ്ങളുള്ള വിചിത്രമായ സംഭവങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ ജീവിക്കുന്നില്ലേ? പ്രാർത്ഥിച്ചോണം, പ്രത്യേകിച്ചും നമുക്ക് വേണ്ടി. പോട്ടെ, എന്തിനാ പറഞ്ഞേ? അവിടെ നിയമം കടുകട്ടിയ റോമിൽ ഇരുവായ്ത്തല മൂർച്ചേറിയ വാളെന്നൊക്കെ പ്രയോഗിക്കുന്നത് നിയമത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് കൂടിയാണ്. അതാ കാരാഗൃഹ പ്രമാണി ആത്മഹത്യാനൊരുങ്ങിയാൻ കാരണം എന്താണെന്നറിയണ്ടേ? തടവുപുള്ളി ചാടിപ്പോയാൽ അവൻ്റെ ജീവിതം പോക്കാ. അത്ര കട്ടി നിയമമാണ്. പണ്ട് പൗലോസ് അടക്കമുള്ള കുറ്റവാളികളെ കൊണ്ടുവരികയാണ്. ആ വരും യാത്രയിൽ പൗലോസിനോട് ദൈവാത്മാവ് ഇടപെട്ടിട്ട് പറഞ്ഞു, വലിയ പ്രശ്നമാണ്, ഈ വഴി മാറിപ്പോകാൻ പറഞ്ഞു. അപ്പോൾ ഈ കപ്പലിങ്ങനെ വായിച്ച് വളരെ ശീലമുള്ള ആ ക്യാപ്റ്റൻ പറഞ്ഞു, ഇതൊക്കെ ഞാൻ ജീവിതം ഒത്തിരി കണ്ടതാണ്. ഈ 2-3 ടൈപ്പ് ആളുകളെ തിരുത്താൻ പാടാണ്. ജീവിതത്തിൽ ഒരു ഡ്രൈവറെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പാടാണ്. അയാൾ പറയാൻ, ഞാൻ 14-ാം വയസ്സിൽ ടൗണിൽ ചാടിയത്, ആൾക്കറിയോ? തിരുത്തത്തില്ല. അവനറിഞ്ഞില്ല ഇതുവരെയും ഈ പുതിയ സിസ്റ്റമൊക്കെ വന്ന വണ്ടി ഇതുവരെ കണ്ടിട്ടില്ല. ഇവനിത് വലിച്ചു പറിച്ചെടുത്തിട്ട് പറയും ജീവിതം ഒത്തിരി കണ്ടതാണ്. മനസ്സിലായില്ല? അങ്ങനെ കുറേ ആളുകളുണ്ട്. നമുക്ക് തിരുത്താൻ പാടാ, അവരെ തിരുത്താൻ പറ്റിയില്ല, ഭയങ്കര പ്രയാസമാണ്. അതുപോലെയാണ് ഈ ക്യാപ്റ്റൻ പറഞ്ഞു, ഞാനിങ്ങനെ ഒത്തിരി കടൽ കണ്ടവനാണ്, ഒത്തിരി യാത്ര കണ്ടവനാണ്. അങ്ങനെ പൗലോസ് പറഞ്ഞതിലധികം മാലുമിയും ഈ വാഹനം ഓടിക്കുന്ന ആളുമൊക്കെ പറഞ്ഞ കേട്ട് വിശ്വസിച്ച് പോകില്ലേ ശതാധിപനെല്ലാം വിശ്വസിച്ചങ്ങോട്ട് പോകുമ്പോൾ അപ്രതീക്ഷിതമായ പ്രതിസന്ധി. കാറ്റാഞ്ഞടിച്ചു, കപ്പൽ ഉലയാൻ തുടങ്ങി. വലിയ വലിയ പ്രശ്നങ്ങൾക്കകത്തകപ്പെട്ട് ജീവൻ നശിക്കുമെന്ന പ്രതിസന്ധി വന്നപ്പോൾ അന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പൗലോസിൻ്റെ അരികിലേക്ക് ഒരു ദൂതനിറങ്ങി വന്നു.
ഒരു കാര്യം മനസ്സിലാക്കിയോ, ഏത് കപ്പലാടി ഉലയുമ്പോഴും പ്രാർത്ഥിക്കുന്നവൻ്റെ അരികിലേക്കൊരു ദൈവ സാന്നിധ്യം, ഒരു ദൂത് നിനക്കില്ലാതെ പോകുകയില്ല. ആടിയുലയുന്ന കപ്പലിൻ്റെ വിടുതൽ കപ്പിത്താൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത്, ദൂതറിയിക്കുന്ന ദൂതൻ്റെ പക്കലാ, ദൈവാത്മാവിൻ്റെ പക്കലാ. ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പൗലോസേ ഒന്നും പേടിക്കണ്ട, നീ കൈസറുടെ മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. പൗലോസ് അവർ കാണുകയെ ഫുഡെടുത്ത് വാഴ്ത്തി നുറുക്കി കഴിക്കും മുമ്പ് പറഞ്ഞതേ, എൻ്റെ വാക്ക് നിങ്ങൾ മുമ്പേ കേൾക്കേണ്ടതായിരുന്നു, നിങ്ങളത് കേട്ടില്ല. പക്ഷെ കഴിഞ്ഞ രാത്രി ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ദൈവം തൻ്റെ ദൂതനകച്ചെന്നോട് അറിയിച്ചു, പൗലോസേ നീ കൈസറുടെ മുമ്പാകെ നിൽക്കും, അതുകൊണ്ട് കപ്പലിനല്ലാതെ നമ്മുടെ പ്രാണന് കേടുവരത്തില്ല. കപ്പൽ തകർന്നേക്കാം, പ്രാണന് കേടുവരത്തില്ല. കുറേ ദൂരം ചെന്നപ്പോൾ പ്രതീക്ഷകൾ വന്നു. ഈയമെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് അകലം നിർണയിച്ചപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ട ആളുകൾ കരുതി വെച്ച വള്ളത്തിൽ കയറി രക്ഷപ്പെടാൻ എടുത്തിയാടുക. അവർ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മളെ രക്ഷിക്കുന്ന പോലെയാണ്. ചില പുള്ളികൾ ഇങ്ങനെയുണ്ട്, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ പണി തരിക. മനസ്സിലായോ? ഞാൻ നമ്മുടെ സിബി പിടിച്ചിട്ടുണ്ട്, ചോദിച്ചു നോക്കിയാൽ അറിയാം. ഈ തബലക്കാരനുമായിട്ട് നമ്മൾ ഉടക്കിപ്പോയാൽ മോനെ തീരുമാനം വരികയില്ല. സൂക്ഷിക്കേണ്ട ആളാ. തബല വായിക്കുന്ന ആളുമായിട്ട്, ഋതംഗം കൈകാര്യം ചെയ്യുന്ന ആളുമായിട്ട് പാട്ടുകാരൻ ഉടക്കിപ്പോയാൽ ആ തീരുമാനം കഴിഞ്ഞുകൊണ്ട് അടുത്തയിലേക്ക് മൈക്ക് കയ്യിലെടുക്കുകയും പുള്ളി വീണ്ടും പോയിക്കൊണ്ടിരിക്കും. കേട്ടാൽ നമ്മൾ ഓർക്കും പരിപാടി ഗംഭീരമാണ്, നല്ലെന്ന്. പാട്ടുകാരനായിട്ട് പണി കിട്ടുന്ന ചിലർ രക്ഷിക്കാൻ പാകത്തിന് നമ്മുടെ കൂടെ കൂടും. അതുകൊണ്ട് അവനാ ഏറ്റവും വലിയ ശിക്ഷ. സ്വത്രം അവിടെ സംഭവിച്ച് കേൾക്കണ്ടേ? പൗലോസ് പറഞ്ഞു, സുഹൃത്തേ, ആ കപ്പലിലുള്ള ചെറിയ വള്ളമില്ല, അതെടുത്ത് കടലിലേക്ക് ഇട്ടിട്ട് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർ നിങ്ങളെ രക്ഷപ്പെടുത്താൻ പോകില്ല, അവന്മാർ രക്ഷപ്പെടാൻ പോവാ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ കപ്പലുമായി കടിപ്പിച്ച കയറങ്ങ് അറുത്ത് വള്ളം പൊക്കോട്ടെ. അവരിവിടെ നിന്നല്ലാതെ, അടുത്ത പദം അത്ഭുതകരം, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതല്ല. അവിടെ ഒരു വ്യാകരണ പശക് തോന്നും, നമുക്കെന്നല്ലേ പറയണ്ടേ? പക്ഷെ പൗലോസ് പറയുക, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതല്ല. എന്താ നിങ്ങളെന്ന് പറയാൻ കാരണം? അഡ്വാൻസ്ഡായിട്ട് ദൂത് പ്രാപിച്ചവൻ പറയുക, ഞാനേ കൈസറുടെ മുമ്പാകെ നിൽക്കുമെന്ന് ഇന്നലെ ദൂത് പ്രാപിച്ച എന്നെ തകർത്ത് കളവാൻ ഒരു ശക്തിക്കും കഴിയില്ല, ഒരു ശക്തിക്കും കഴിയുകയില്ല. അവർ ഇവിടെ നിന്നല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. ദൂതും ആലോചനയും വാഗ്ദത്വമുള്ള ദൈവത്തിൻ്റെ മക്കൾക്കറിയാം, ഒരു കപ്പൽ ഛേദത്തിനും ഭക്തനെ തകർത്ത് കളവാൻ കഴിയുകയില്ല. കരക്കോട്ട് കയറുകയും അണലി കടിച്ചു. അണലി കടിച്ചാൽ നമ്മളും മരിക്കും, പൗലോസും മരിക്കും, ആരും മരിക്കും. 360 ഡിഗ്രിയിൽ കറങ്ങി വന്ന് കൊത്തി തകർക്കാൻ ശേഷിയുള്ള ഉരകമാണ് അണലി. പെട്ടെന്ന് കയറി വരും. ഈ അണലി എന്നൊന്നും ഇപ്പോൾ പറയാൻ പാടില്ല, അതിഥി എന്ന് പറയണമെന്നാണ്. മനസ്സിലായില്ലേ? വാമ്പിനെ വിളിക്കുന്നതാണ് അതിഥി. എന്തൊക്കെ ഗതികട, എന്തൊക്കെ ഇനിയും കാണണം തമ്പുരാനെ. ഇത് നമുക്കൊരു അതിഥിയുണ്ട്. നമ്മൾ അതിഥി എന്ന് പറഞ്ഞാൽ ഓർക്കും വീട്ടിൽ ആരെങ്കിലും ആൾക്കാർ വന്നു ചിക്കൻ മേടിക്കാൻ പോകണമല്ലോ എന്നൊക്കെയാണ്. പിന്നെ മനസ്സിലാകുന്നത് ഒരണലി വീട്ടിൽ കയറിയില്ല. നമുക്കിന്നൊരു മൂർഖൻ അതിഥി ഉണ്ടെന്ന്. എന്തൊക്കെയാണ് കാലങ്ങളുടെ പോക്കേ. കന്നാലിക്കും മൂർഖനും പന്നിക്കും ഒക്കെ ഭയങ്കര ഡിമാൻഡുള്ളൊരു കാലത്താണ്. മനുഷ്യന് ഡിമാൻഡില്ല. അപ്പോൾ അണലി കൊത്തി, അണലി കടിച്ച് പറ്റിക്കിടന്നപ്പോൾ ആൾ പറയാം, അവൻ മഹാകള്ളനാ. അതുകൊണ്ട് ആ കപ്പലിൽ നിന്ന് ഇത്രയും പേര് രക്ഷപ്പെട്ടിട്ട് ഇവനെ മാത്രം തിരഞ്ഞു കൊത്തി. ചിലതരം അണലികൾ തിരഞ്ഞു കൊത്തുമ്പോൾ ഓർക്കണം, ഇത് അവസാനമല്ല, ഇതൊരു പുതിയ തുടക്കമാണ്. വിശ്വാസത്താൽ ഒരു പുതിയ തുടക്കമാണ്. കടിച്ചു തൂങ്ങി പ്രാണന് വിലപേശുന്ന ശക്തികൾ കയ്യിലിങ്ങനെ കടിക്കുമ്പോൾ ഒന്ന് ഓർത്തുകൊള്ളണം, ആളിക്കത്തുന്ന തീയിൽ വലിച്ചെറിഞ്ഞ് കുടഞ്ഞു കളഞ്ഞ് രക്ഷപ്പെടാൻ പാകത്തിന് നിന്റെ മീതെ ഒരു നിയോഗം തമ്പുരാൻ വെച്ചിട്ടുണ്ട്. കരുത്ത് കട്ടി രക്ഷപ്പെടണം. അത് കുടഞ്ഞു കളഞ്ഞു. അവൻ വീർത്ത് വീഴുമെന്നോർത്തപ്പോൾ ഒരു കുഴപ്പമില്ല.
അപ്പം ഇന്നലെ എതിർത്തവർ വന്നിട്ട് പറയുക നീ ഒരു വലിയ ദൈവമനുഷ്യനാണ്. ഞാൻ പറയുന്ന രണ്ടും വിശ്വസിക്കല്ലേ. ഈ പുകഴ്ത്തൽ കേട്ട് വിശ്വസിക്കുകയും ചെയ്യരുത്, പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ അംഗീകരിക്കുകയും ചെയ്യരുത്. ഇത് രണ്ടും ദൈവികമല്ല. ഹല്ലേലൂയ. മുഖസ്തുതി പറയുന്നത് ദൈവികമല്ല. നമ്മെ മുഖസ്തുതി പറയുന്നത് അപകടകരം. അതുപോലെ പിന്തിരിപ്പിക്കുന്ന, ക്ഷീണിപ്പിക്കുന്ന, അധൈര്യപ്പെടുത്തുന്ന വാക്ക് കേൾക്കുമ്പോൾ ഭക്തൻ പറയണം, അവൻ പണിയുന്ന ദൈവം, അവൻ പ്രവർത്തിക്കുന്ന ദൈവം, അവൻ രൂപീകരിക്കുന്ന ദൈവം, അവൻ നിർമ്മിച്ചെടുക്കുന്ന ദൈവം. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുന്നവൻ, അവിടുത്തേക്ക് മാത്രം കഴിയുന്ന, അവിടുത്തെ മാത്രം ചില പ്രവൃത്തി കൊണ്ട് അത് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇതുപോലെ പത്മോസ് എന്ന ഏകാന്ത ദ്വീപിലിട്ട് അവിടെ കയക്കാൻ അവർ നിർബന്ധിതരായി. ഈ സ്ഥലം വാസ്തവത്തിൽ ഈ തടവ് പുള്ളികളിൽ മെരുങ്ങാത്ത ആളുകളെ അവസാനം കൊണ്ട് തട്ടുന്നത്. തിളച്ച എണ്ണയിലിട്ടിട്ട് ചാകുന്നില്ലെങ്കിൽ അങ്ങോട്ട് തട്ടിക്കൊള്ളാൻ പറഞ്ഞു. ഇവിടേക്ക് ആരെ വിടുന്നറിയണ്ടേ? അത് കൽക്കരിക്കനിയാണ്. ആ കൽക്കരിക്കണിയിൽ പണിയെടുക്കാൻ തടവുപുള്ളികളെ വിടുകയാണ്. അതായത് അന്നത്തെ കാലത്ത് ചില കൊടും കുറ്റവാളികളെ കൊല്ലാതെ അടിമവൽക്കരണം നടത്തി അവരുടെ അവസാനത്തെ ആ രക്തം വരെ ഊറ്റിയെടുത്ത് പണിയെടുപ്പിക്കുന്നൊരു പരിപാടിയുണ്ട്. കപ്പലുകൾ വന്ന് ഈ കൽക്കരി ഉൽപ്പന്നങ്ങളൊക്കെ ശേഖരിച്ച് കൊണ്ടുപോകും. ഇവരുടെ ഭക്ഷണകാരിയാണ് രസകരം. ഈ വരുന്ന കപ്പലിൽ കരക്കോട്ട് വലിച്ചെറിയാൻ കുറേ ഭക്ഷണപ്പൊതികൾ കാണും. ഇത് തുറന്നു കിടക്കുന്നൊരു ജയിലാണ്. ആ സ്ഥലത്ത് കാറ്റും മഴയുമൊക്കെ ഉണ്ടാകാം, പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകാം. ഒളിച്ചിരിക്കാനൊരു ഷെൽട്ടറൊന്നുമില്ല. കൊടും കുറ്റവാളികളാണ് അവിടെ വരുന്നത്, അതിക്രൂരന്മാരാണ് വരുന്നത്. ദീർഘനാളിലെ ഏകാന്തവാസം കൊണ്ട് അവരുടെ താലയും മുടിയുമൊക്കെ വളർന്നിട്ടുണ്ട്, അവരുടെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. നഖം വെട്ടാൻ സൗകര്യമില്ല, കുളിക്കാൻ സൗകര്യമില്ല. കടൽ വെള്ളമുണ്ടെങ്കിലും കുളിക്കാനും കുടിക്കാനും ഒന്നും വേണ്ടത്ര സൗകര്യമില്ലാത്ത വിധത്തിൽ മൃഗതുല്യമായി ജീവിതം നയിക്കുന്ന ഒരുപറ്റം കൊടും ക്രിമിനലുകളാണ് അവിടെയുള്ളത്. അവർക്ക് നടുവിലേക്ക് പ്രാർത്ഥിക്കുന്ന ഭക്തനെ വലിച്ചെറിഞ്ഞു. തെറ്റായ പ്രവണതകൾ, തെറ്റായ ഇടപാടുകൾ, ചീത്തത്തരങ്ങൾ, അമർഷങ്ങൾ, ഭ്രാന്ത് പിടിച്ചവർ ഒക്കെയുള്ളൊരു സ്ഥലം. കാരണം എന്താ? കൊടും കുറ്റവാളികൾ. അവരിപ്പലരും അവിടെ കിടന്ന് തന്നെ മരിക്കും. ആ പരസ്പരം ഏറ്റുമുട്ടി മരിക്കും. പലതരത്തിൽ മരിക്കുന്ന ആളുകളുടെ ശവശരീരം അവിടെ ചെതറിക്കിടപ്പുണ്ട്. ചിലയിടത്ത് കടലിലെറിയും. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ വല്ലപ്പോഴും കരക്കോട്ട് എറിഞ്ഞു കൊടുക്കുന്ന ഭക്ഷണപ്പൊതിക്ക് വേണ്ടി തമ്മിലടിച്ച് മരിക്കുന്ന മനുഷ്യർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ തമ്മിലടികളുടെ ബഹളമയമായ അന്തരീക്ഷത്തിൻ്റെ നടുവിൽ എങ്ങനെയാണൊരു ഭക്തൻ ജീവിച്ചതെന്ന് അറിയണ്ടേ? വേദനിപ്പിക്കുന്ന സാഹചര്യത്തിലും ഭക്തൻ പറയുക, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭക്ഷണപ്പൊതിക്ക് അടികൂടുന്ന മനുഷ്യരുണ്ട്, ഏറ്റുമുട്ടുന്ന ആളുകളുണ്ട്. ആ ക്രൂര മൃഗങ്ങളുടെ ഗർജനമടക്കി കേൾക്കാം, ഭ്രാന്ത് പിടിച്ച മനുഷ്യൻ്റെ അലർച്ച അപ്പുറത്ത് കേൾക്കാം, റോമൻ വ്യവസ്ഥയെ തെറി പറയുന്ന അടിമകളുടെ ആക്രോശം കേൾക്കാം. ഇത് തലച്ചുമട്ടിൽ എടുത്തുകൊണ്ടുപോയി കൽക്കരി ഉൽപ്പന്നങ്ങൾ കൊണ്ട് കപ്പലിൽ കയറ്റുന്നവൻ്റെ ക്ഷീണവും പരാക്രമവും ഒക്കെ കേൾക്കാം. പക്ഷേ ഈ പ്രതിസന്ധിക്ക് നടുവിലും കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി, ആ പ്രതിസന്ധിക്കകത്തും ആത്മനിറവിൻ്റെ ചൈതന്യം എൻ്റെ മീതെ ഇറങ്ങി വന്നെങ്കിൽ, ഈ രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനം പ്രതിസന്ധിക്കകത്ത് ആത്മാവിൻ്റെ ചൈതന്യം നമ്മുടെ ഉള്ളിലേക്ക് തിരികെ തരുന്ന ദൈവിക ഇടപെടലെങ്കിൽ ആ വചനം ഏറ്റെടുത്തിട്ട് പറയണം, ഞാനിതാ നിന്റെ ആത്മവിവശതയ്ക്ക്, നിന്റെ ആത്മസാന്നിധ്യത്തിന്, നീ തൊട്ടുണർത്തുന്ന അനുഭവത്തിന് അടിയനെ തന്നെ വിധേയമാക്കുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അപ്പോൾ എന്താണ് ഈ പത്മോസ്? ഇതൊരു മിനിസ്ട്രിയാണല്ലേ. ഈ പത്മോസ് എന്നൊരു പേരിട്ട് തന്നെ സന്തോഷിപ്പിച്ചു. ഞാൻ അടുത്ത ദിവസമൊക്കെ വെളിപ്പാട് പുസ്തകം കൂടുതൽ വായിച്ചും പഠിച്ചു വരിക്കുന്നൊരു സമയമായിരുന്നു. 85-90 വയസ്സ് പ്രായമുള്ളൊരു വയോവൃദ്ധൻ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് ധരിച്ചു കൊണ്ടിട്ടിരിക്കുന്ന സ്ഥലം. ഇവിടുന്ന് മരണമാണ് ബാക്കി. പക്ഷെ ഒരു കാര്യം, ലോകം മുഴുവൻ എഴുതിത്തള്ളുമ്പോഴും മരണത്തിൻ്റെ വിധി പുറപ്പെട്ടു വരുമ്പോഴും ഭക്തൻ ഉറപ്പാക്കിക്കൊള്ളണം, ഉയരത്തിൽ എൻ്റെ ഉടയവൻ നിശ്ചയിക്കാതെ എനിക്ക് അന്ത്യമില്ല, ഉടയവൻ നിശ്ചയിക്കാതെ എനിക്ക് പരാജയമില്ല. അവിടുത്തെ ദൃഢനിശ്ചയത്തിന് വഴങ്ങാൻ ആർക്ക് മനസ്സുണ്ട്? അവനെ തോൽപ്പിച്ച് കളയാൻ ഒരു ശക്തിക്കും കഴിയാത്ത വിധത്തിൽ ഈ പത്മോസിനെ നോക്കിക്കൊണ്ട് പറയണം, ഇവിടെയാണ് നീ എൻ്റെ തോൽവി വിധി എഴുതിയെങ്കിൽ, ഇവിടെയാണ് എൻ്റെ മരണം വിധി എഴുതിയെങ്കിൽ, മരണത്തെ ജയിച്ചവനെ ഞാൻ മുഖാമുഖം കണ്ടുകൊണ്ട് നാളിതുവരെ ആർക്കും വെളിപ്പെടുത്താത്ത സംഭവ വികാസങ്ങളുടെ ചുരുളഴിക്കാൻ എന്നെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് ആ ഭൂതപൂർവമായ നിഗൂഢതയുടെ പദ്ധതികളുടെ ചുരുളഴിച്ചുകൊണ്ട് ഞാൻ പുറത്തു വരും. മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം.
ലോകരാഷ്ട്രങ്ങളെക്കുറിച്ച്, തകരാറിരിക്കുന്ന അനുഭവങ്ങളെക്കുറിച്ച്, അന്തർഭൂഖണ്ഡ മിസൈലുകളുടെ വിന്യാസത്തെക്കുറിച്ച്, രാഷ്ട്രങ്ങൾ രണ്ട് ചേരികളായി മാറി നിന്ന് ഏറ്റുമുട്ടുന്ന അനുഭവങ്ങളെക്കുറിച്ച്, എതിർക്രിസ്തു എന്ന വ്യക്തിത്വത്തെക്കുറിച്ച്, 666 എന്ന മാന്ത്രിക സംഖ്യയിലൂടെ ഉലകം മുഴുവൻ നയിക്കപ്പെടുന്ന ക്രയവിക്രയങ്ങളെക്കുറിച്ച് ആർക്കും പിടികൊടുക്കാത്ത ആയിരക്കണക്കിന് ആശയങ്ങളുടെ സമഗ്ര പദ്ധതി ഒരു ചുരുളിൽ രേഖപ്പെടുത്തി വെച്ചിട്ട് പറയുക, യോഹന്നാനെ, നിന്നെ കൊണ്ട് ഞാൻ ഈ ചുരുളരിപ്പിച്ചിട്ട് ഇതിനുള്ളിലെ നിഗൂഢതകൾ വരാനിരിക്കുന്ന ലോകത്തിന് വെളിപ്പെടുത്തത്തക്ക വണ്ണം ഞാനിതാ ഒരു പുതിയ നിയോഗത്തോടെ, പുതിയ ആത്മാവിൽ, പുതിയ അഭിഷേകത്തിൽ, പുതിയ നിറവിൽ, പുതിയ ശക്തിയിൽ ഈ സ്ഥലത്ത് വെച്ച് ശക്തീകരിക്കും. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. ആ ശാശ്വത ഭുജത്തിലാണ് ഈ രാത്രി നമ്മൾ അഭയപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നൊരു ദൈവം ഒന്ന് മനസ്സിലാക്കി പോണേ. പ്രവർത്തിക്കുന്ന ദൈവത്തിന് പ്രായം തടസ്സമല്ല, അവന് വിദ്യാഭ്യാസം തടസ്സമല്ല. രോഗാതുരതകൾ കൊണ്ട് വീർപ്പുമുട്ടിയ ആ ശരീരത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുമ്പോൾ പറയാൻ സാധിക്കണം, ഇതാ പത്മോസിൻ്റെ യാഥാർത്ഥ്യത്തിൽ ഇരുന്നു കൊണ്ട് ജീവൻ്റെ തുടിപ്പ് ഈ ശരീരത്തിലേക്ക് വീണ്ടും പ്രവഹിപ്പിക്കാൻ കഴിയുന്ന 33 തിരുവയസ്സിലെ പുണ്യാഹ രക്തത്തിൻ്റെ ശക്തി ഞാനിതാ ആസ്വദിച്ചറിയുന്നു. ഞാനിതാ ഒരിക്കൽ കൂടി ആ രക്തത്തിൻ ചൈതന്യത്തിൽ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. ആ ഇരിപ്പിൽ യോഹന്നാൻ ഇങ്ങനെ ഓർക്കുക ഓരോന്നും. ദൈവം ആർക്കാ ദർശനം കൊടുക്കുന്നറിയണ്ടേ? പറയാം. അത് 21 ദിവസം ഉപവാസം ഇരുന്നാലോ, 7 ദിവസം ഇരുന്നാലോ, 3 ദിവസം ഇരുന്നാലോ കിട്ടണമെന്നില്ല. കിട്ടിയെന്ന് വരാം. അങ്ങനെ നിർബന്ധമൊന്നും ദൈവത്തിനില്ല. ബൈബിള് പരിശോധിച്ചാലേ അസ്വസ്ഥചിത്തർക്ക് മാത്രമേ, ആത്മഭാരമുള്ളവർക്ക് മാത്രമേ, ഹൃദയവേദയുള്ളവർക്ക് മാത്രമേ അവൻ ദർശനം കൊടുക്കൂ. സ്തോത്രം. ദർശനം ഒരസ്വസ്ഥചിത്തൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ദൈവിക ഇടപെടലാണ്. അങ്ങനെ ഇരിക്കെ യോഹന്നാൻ ഓർത്തു, ഞങ്ങളെ 12 പേർ ചേർന്ന് ആരംഭിച്ചൊരു ജീവിതമാണ്. അതിലൊരുത്തരൻ്റെ ഗുരുവിനെ തള്ളിപ്പറഞ്ഞു. ഞങ്ങൾ 12 പേരിൽ ഞങ്ങൾക്കൊപ്പം പിൽക്കാലത്ത് വന്ന് പൗലോസ്, തിമത്തിയോസ്, തീത്തോസ്, മാർക്കോസ്, ബർണബാസ്, അപ്പല്ലോസ്, സ്വസ്തനസ്, എത്ര ആളുകൾ. അവരിൽ പലരും ഏതൊക്കെയോ നാടുകളിൽ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്നു. എനിക്കൊപ്പം ഇറങ്ങിയ 12 പേരിൽ ആരും ജീവിച്ചിരിപ്പില്ല. ഞാൻ മാത്രം. പത്രോസ് തലകീഴായി ക്രൂശിക്കപ്പെട്ടു. പൗലോസ് ഈർച്ചവാളിനാൽ കൊല്ലപ്പെട്ടു. ഞാനേ ഗതകാല സ്മരണയിലൂടെ പോകുമ്പോൾ, നാഥ, നിൻ്റെ ഓരം ചാരിയിരുന്ന പൂർവ്വകാലങ്ങളെ ഓർക്കുന്നു. തൻ്റെ വരണ്ട കയ്യിലേക്ക് യോഹന്നാൻ നോക്കിയിട്ട്, നോക്കണം, പുരികവും നരച്ച്, കവിളുമൊട്ടി, കണ്ണിൻ്റെ കാഴ്ചശക്തിയും നഷ്ടപ്പെട്ട്, കൈകാലുകൾ വരണ്ട അനുഭവത്തിൽ ആ വയോവൃദ്ധൻ തന്നെ നോക്കി. ഭക്ഷണമില്ല, കുടിവെള്ളമില്ല, താടിയും മുടിയുമൊക്കെ നീണ്ടു വളർന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആ കയ്യിലേക്ക് നോക്കിയിട്ട് പറയുക, ഈ കരം കൊണ്ടല്ലേ നാഥ ഞാൻ നിന്നെ തഴുകിയത്, ഈ കരം തൊട്ടല്ലേ ഞാൻ നിന്നെ ചുംബിച്ചത്. കുട്ടിയായിരിക്കുന്ന ഘട്ടത്തിൽ നീ മാറോടടുക്കി പിടിക്കുമ്പോൾ എൻ്റെ 2 കൈയും നിന്നെ ഇങ്ങനെ വലയം ചെയ്തില്ലേ? ഞാൻ നിൻ്റെ കുഞ്ഞിനെ പോലെ അരികിൽ അടഞ്ഞില്ലേ? ഭൂതകാലം യോഹന്നാൻ ഓർത്തു. നമുക്കും ഭൂതകാലം ഓർക്കാം. യഹോവേ, പണ്ടത്തെ നാളുകളെ ഞാൻ ഓർക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിൻ്റെ സ്തോത്രവും സന്തോഷവുമായ സ്വരത്തോടു കൂടെ സമൂഹമധ്യേ ദൈവാലയത്തിലേക്ക് ചെന്നതോർത്തെൻ്റെ ഉള്ളമെന്നിൽ പകരുന്നു. നമ്മെ നടത്തിയ ദൈവത്തിൻ്റെ വിധങ്ങളെ തിരിഞ്ഞിരുന്നോർക്ക. ഭൂതകാലത്ത് രക്ഷിച്ച ദൈവത്തിൻ്റെ പദ്ധതികളെ ഓർക്ക. ഇല്ലായ്മയുടെ കാലങ്ങളിൽ പ്രചോദിപ്പിച്ചയച്ച ദൈവ സാന്നിധ്യത്തെ ഓർക്ക. കരുതുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ ഓർക്ക. സ്തോത്രം. എന്തുപറ്റി? ഈ കരങ്ങൾ വിറച്ചു തുടങ്ങി. ഈ കരങ്ങൾക്കിനി ത്രാണിയില്ല. ഞാൻ ചത്തുകൊണ്ടേയിരിക്കുക, ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഈ പത്മോസിൽ വെച്ച് ഞാനും കണ്ണുകൾ അടയ്ക്കും. എൻ്റെ ആത്മാവ് പറന്ന് നിൻ്റെ സന്നിധിയിലെത്തും. ശരീരം വിട്ട് ഞാൻ ക്രിസ്തുവിനോട് ചേരുമ്പോൾ പൗലോസ്ലീഹ പഠിപ്പിച്ചതുപോലെ എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം.
എൻ്റെ ആത്മാവ് നിന്നോട് വിലയം പ്രാപിക്കും. എൻ്റെ ഭൗതിക ശരീരം ഇവരെടുത്ത് കാക്കകൾക്ക് തിന്നാനിട്ട് കൊടുക്കും. അതല്ലെങ്കിൽ ജീർണിച്ചഴുകി മണ്ണിൻ്റെ ഭാഗമാക്കും. ഭയമില്ല. ഇനി ഒരാഗ്രഹം മാത്രം, നിൻ്റെ സന്നിധി അണയണം, ആ തിരുമുഖമൊന്ന് കാണണം. നാളുകൾക്കപ്പുറത്തെ ഗലീലിയ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ ക്രിസ്തുവേശു പോയതുപോലെ മടങ്ങി വരും എന്ന വചനം കാത്ത് 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 കഴിയല്ലേ ഞങ്ങൾ? ഞാൻ മാത്രം ശേഷിക്കുന്നു. അങ്ങ് വിളിച്ച് അങ്ങ് തിരഞ്ഞെടുത്ത 12 പേരിൽ എന്നെ മാത്രം എന്തേ? അങ്ങനെ ചിന്തിച്ചിരിക്കേ ചിലപ്പോഴൊക്കെ നമ്മുടെ മൗനം വലിയ ഉത്തരങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. എൻ്റെ ധ്യാനത്തിങ്കൽ തീവത്തി. ആ മൗനമായി ധ്യാനിച്ചിരിക്കുമ്പോഴും അകത്ത് തീ കത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. ആ തീ കത്തുന്ന വേളയിൽ ഹല്ലേലൂയ എന്താ സംഭവിച്ചതെന്നറിയണ്ടേ? കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഇങ്ങനെ നിരവധി തെളിവുകൾ ബൈബിളിലുണ്ട്. പണ്ട് യെരൂശലേം ദേവാലയത്തിൽ ധൂപം കാട്ടി വന്നൊരു മഹാപുരോഹിതനുണ്ടായിരുന്നു. സോളമൻ പണി കഴിപ്പിച്ച മഹാദേവാലയം പിൽക്കാലഘട്ടത്തിൽ നെബൂഖദ്നേസർ തച്ചുടയ്ക്കും വരെ അതിനുള്ളിൽ ദീപാലങ്കൃതമായ മനോഹാരിതയ്ക്കുള്ളിൽ ധൂപം കാട്ടി വന്ന യെസക്കിയേൽ എന്ന പുരോഹിതൻ, അദ്ദേഹവും പ്രവാസികൾക്കൊപ്പം അടിമയായി പിടിക്കപ്പെട്ടു. ദേവാലയം പൊളിച്ചു. അടിമയായി ചെന്ന് കിടക്കുമ്പോൾ അദ്ദേഹം പറയാ, 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി കേവാർ നദിയുടെ തീരത്ത് പ്രവാസികൾക്കൊപ്പം ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. യെരൂശലേമിൻ്റെ മനോഹാരിതയിൽ കാണാത്തതേ പ്രവാസത്തിൻ്റെ തുരുത്തിൽ നിനക്കവൻ കരുതി വച്ചിട്ടുണ്ട്. കൊട്ടാരത്തിൽ കിട്ടാത്ത മനോഹരമായ അനുഭവങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. പൊട്ടക്കിണറ്റിൽ നമുക്ക് വേണ്ടിയുള്ള ദർശനങ്ങൾ എവിടേക്കെയോ അവൻ കരുതി സൂക്ഷിച്ച് സംഭരിച്ചു വച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ സടകുടഞ്ഞെഴുന്നേൽക്കുന്ന ദൈവപുരുഷൻ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട മാത്രയിൽ വചനം പറയാ, എന്നോട് സംസാരിച്ച നാദമെന്തെന്ന് കാണേണ്ടതിന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ 7 പൊൻനിലവിളക്കുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യപുത്രനോട് സദൃശ്യനായ ഒരുവനെ കണ്ടു. അവൻ്റെ തലയും തലമുടിയും പഞ്ഞിപോലെ ഹിമത്തോളം വെളുത്തതായിരുന്നു. അവൻ്റെ കണ്ണുകൾ അഗ്നിജാലയ്ക്ക് സമം. അവൻ്റെ കാലുകൾ ചൂളയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളൂട്ടിന് സദൃശ്യം. അവൻ്റെ വലങ്കയ്യിൽ 7 നക്ഷത്രമുണ്ടായിരുന്നു. അവൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ വാൾ പുറപ്പെടുന്നു. അവനെ കണ്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ മുമ്പാകെ വീണു. അവൻ എന്നോട്, ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഉലകത്തിലൊരുവനെ അങ്ങനെയുള്ളൂ. കോടാനുകോടി മനുഷ്യർ മരിച്ചിട്ടുണ്ട്, യേശുവും മരിച്ചിട്ടുണ്ട്. പക്ഷേ മരിച്ചിട്ടെന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ ഒരേ ഒരുവൻ. എന്താ കാരണമെന്നറിയണ്ടേ? അതാ നമ്മുടെ പ്രധാന വിഷയം. സഹോദരേ, മനുഷ്യൻ ഇന്നോളമുള്ള മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ അവൻ ഏറ്റവും ഭയപ്പെട്ട പ്രതിഭാസം മരണം. മനുഷ്യൻ ഏറ്റവും ഭയപ്പെട്ട യാഥാർത്ഥ്യം മരണം. അതേക്കുറിച്ച് പഠിക്കാൻ മനുഷ്യൻ അധികവും ചിലവഴിച്ചത് സമയം. അതേക്കുറിച്ച് അന്വേഷിക്കാനാ തത്വചിന്തകന്മാർ ഒരുമ്പെട്ടത്. അതേക്കുറിച്ചുള്ള ഗവേഷണമാ ശാസ്ത്രം. മരണം ഇല്ലാതാക്കാനുള്ള പോംവഴിയാ വൈദ്യശാസ്ത്രം തിരയുന്നത്. മരണം ഇല്ലാതാക്കാനുള്ള വഴികളാ സാങ്കേതിക വിദ്യ അന്വേഷിക്കുന്നത്. മരണം ഇല്ലാതാക്കി നിത്യമായ കാലഘട്ടം മനുഷ്യനെങ്ങനെ യൗവനം നിലനിർത്തിപ്പോകാം, ഇതേക്കുറിച്ചുള്ള സങ്കല്പങ്ങളാ പുരാണങ്ങളിൽ കാണുന്നത്. പക്ഷേ എങ്ങുമെങ്ങുമെങ്ങും മരണത്തെക്കുറിച്ചുള്ള കൃത്യമായൊരു പ്രതിപാദ്യം, വിശദീകരണമില്ല. ആപേക്ഷികമായൊരു ഉത്തരം പറയാം. എന്താണ് മരണം? ജീവനില്ലാത്ത അവസ്ഥ. എന്താണ് ജീവൻ? മരണമില്ലാത്ത അവസ്ഥ. ഇതേ പറയാൻ പറ്റൂ. അതിനപ്പുറത്ത് മരണം സംഭവിക്കാൻ കാരണമെന്താ? എന്താണ് ഈ മരണം?
അതുകൊണ്ടാണ് നിങ്ങൾ പ്രായമായൊരു നിങ്ങളുടെ പിതാവോ മാതാവോ വീട്ടിൽ കിടന്ന് മരിച്ചു. ആ മരണകാരണം ബോധ്യപ്പെടുത്തി പഞ്ചായത്തിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ചെല്ലുമ്പോൾ നാച്ചുറൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടില്ല. കാരണം അങ്ങനെ ഒരു ഡെത്ത് ഇല്ല വാസ്തവത്തിൽ. നിയമപരമായിട്ട് എന്താ കാര്യം? ഏതോ ഒരു രോഗം അപ്പച്ചന് വന്നു, ഉദാഹരണം ചോദിക്കും, ഒരു ഞെട്ടലോ ഒരു പനിയോ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അത് പറ. അങ്ങനെ മരിച്ചു എന്ന് എഴുതണം. കാരണം എന്താ? മരണത്തിനൊരു കാരണം ആവശ്യമാണ്. ഏതെങ്കിലും ഒരു കാരണം ആവശ്യമാണ്. ആ കാരണം രോഗമായി പ്രതിഫലിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, വചനം മാത്രമേ ഇതിൻ്റെ കൃത്യകാരണം പറയുന്നുള്ളൂ. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്ത് പ്രവേശിച്ചു. വേറെ ആരും ഇത് പറയുന്നില്ല. എന്താ അതിൻ്റെ അർത്ഥം? ഏതനിലെ മനുഷ്യനെ മരണമില്ലാത്തവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. സംശയമുണ്ടോ? മരണമില്ലാത്തവനായിട്ടാണ് ദൈവം സൃഷ്ടിച്ച. മരണം മനുഷ്യൻ തിരഞ്ഞെടുത്തതാണെന്ന്, മനുഷ്യൻ ചൂസ് ചെയ്തതാണ്, തിരഞ്ഞെടുത്താണ്. മാത്രമല്ല മരണം ലംഘനത്താൽ സംഭവിച്ചതാ, ഏകൻ്റെ ലംഘനത്താൽ. എന്താ ഈ പാപം? പാപം എന്ന വാക്കിനൊരർത്ഥം, ഒറ്റ അർത്ഥം എടുത്താൽ മതി, നിയമലംഘനം. അതാണ് പാപം. നിയമം ലംഘിക്കുന്നതിനാണ് പാപം എന്ന് പറയുന്നത്. നിയമമില്ലെങ്കിൽ പാപമില്ല. അങ്ങനെയാ. നിയമമാണ് പാപത്തിന് കാരണം, നിയമമാണ് പ്രധാനം. അപ്പം നിയമം എന്തിനാ? എന്താ പിന്നെ നിയമം വേണ്ടെന്ന് വെച്ചാൽ പോരെ? നിയമം എന്തിനാ? സൊസൈറ്റി കൃത്യമായി ഫങ്ഷൻ ചെയ്യാൻ ഒരു നിയമം ആവശ്യമാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. എപ്പോൾ ഉണരണം, എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം ഇത്യാദി കാര്യങ്ങളിലെല്ലാം നിങ്ങൾ മാത്രമുള്ളിടത്തും നിയമം വേണ്ട. നിങ്ങളുടെ വീട്ടിൽ ഒരാളും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക, അപ്പം നിയമമുണ്ട്, ഒരാളുണ്ട്. രണ്ടുപേരുണ്ടെന്ന് വിചാരിക്കുക, നിയമത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കും. നിങ്ങൾക്ക് സൊസൈറ്റിയിലേക്ക് ഇറങ്ങണം, നിയമത്തിൻ്റെ വ്യാപ്തി വീണ്ടും കൂടും. അപ്പോൾ സമൂഹത്തിൻ്റെ വ്യാപ്തിക്കനുസരിച്ച് നിയമത്തിൻ്റെ വ്യാപ്തി അതും വിസ്തൃതമാകും. എന്തിനാ നിയമം? കാര്യങ്ങൾ ഭംഗിയായിട്ടോടാൻ, ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ സൊസൈറ്റിയാണ് നിയമം. നിങ്ങളിങ്ങോട്ട് നോക്കുന്നേ, ഒക്കെ സ്വാഭാവികമായിട്ട് നടന്നോളും. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ട്. അപ്പോൾ നിയമം ലംഘിക്കുന്നത് എന്താ? പാപം. പാപം ചെറുതും വലുതും ഉണ്ടോ? ഉറപ്പായി പറഞ്ഞോളം വലുതും ചെറുതും ഉണ്ട്. ഉണ്ടെന്ന്. പാപം വലുതും ചെറുതും ഉണ്ട്. എന്താ കാര്യം? മരണത്തിനല്ലാത്ത പാപമുണ്ട്, മരണകരമായ പാപമുണ്ട്. പക്ഷെ മരണത്തിനല്ലാത്ത പാപം എന്താണെന്ന് ബൈബിളിൽ വ്യക്തമാക്കിയിട്ടില്ല. എന്താണെന്നറിയണ്ടേ? നമ്മളെപ്പോലുള്ള വിദ്വാൻമാർ വരുമെന്നറിയാം. നമ്മൾ അത് മാത്രം ചെയ്യാതിനിട്ട് ബാക്കിയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഒരു പദ്ധതി നമ്മളെ അറിയിക്കാൻ. മരണത്തിനല്ലാത്ത പാപം. അപ്പം കുറ്റത്തിൻ്റെ ഗുരുലകത്വം അനുസരിച്ച ശിക്ഷയുടെ ഗൗരവം. ദൈവം ഏതനിലായിരുന്ന ആദ്യ മനുഷ്യനോട് പറഞ്ഞു, അരുത്. അരുത് എന്ന് ദൈവം പറഞ്ഞാൽ അർത്ഥം അരുതെന്നേ ഉള്ളൂ. എന്തിനെന്നൊരു ചോദ്യം ഇല്ല. ചില ചോദിക്കാറുണ്ട്, അതെന്തിനാ ദൈവം അതവിടെ വച്ചേ? അത് മനസ്സുണ്ടായിട്ട് തന്നെയാണ്. അതിനപ്പുറത്തൊന്നും ഉത്തരവൊന്നുമില്ല. ദൈവത്തിന് മനസ്സുണ്ടായിരുന്നു, നീ പോയി തിരക്കാലൊന്നും ഉത്തരം കിട്ടത്തില്ലടാ. പ്രപഞ്ചത്തിൻ്റെ നാഥൻ, ഉലകത്തിൻ്റെ ഉടയവൻ അരുതെന്ന് പറഞ്ഞാൽ അരുതെന്നർത്ഥം. മാത്രമല്ലെന്നേ, ഇത് ആദമിന് കൊടുക്കാൻ തന്നെ വെച്ചിരുന്ന സാധനമാണ്. പക്ഷെ ഇപ്പോഴല്ല. തെളിവാണോ? എന്താ തെളിവ്? മനുഷ്യൻ കൈനീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടി പറിച്ചു തിന്ന് എന്നേക്കും ജീവിച്ചിരിക്കാൻ സംഗതി വരും. നമുക്ക് തരാനാ വെച്ചെന്ന് തെളിവേണ്ടേ? വെളിപ്പാട് ദിവസം പറയുക, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ കൊടുക്കും. അവിടെ നിഷേധിച്ചത് നമുക്ക് അവിടെ കിട്ടും വെളിപ്പാടിൽ. അപ്പോൾ നമുക്ക് തരാനാ, പക്ഷേ സമയമായില്ലെന്ന്. അതാ കാര്യം. സ്തോത്രം. ഒരു കൊച്ചു കുഞ്ഞ് 2 മാസം 1 മാസമൊക്കെ പ്രായമുള്ള കുഞ്ഞിൻ്റെ അരികിൽ നമ്മളെല്ലാം തിന്നു നോക്കി. അതിനും അത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളാ കഴിക്കുന്ന മട്ടൻ്റെ ഒരു പീസ് 1 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ വായി വെച്ചാൽ അത് പ്രശ്നമാണ്. ഏടം, നിനക്ക് പക്വത വരണം, എന്നിട്ട് നിനക്കിത് തരാം. അത് തെറ്റിച്ചപ്പോൾ ആ തെറ്റ് ഉടയവൻ പറഞ്ഞ വാക്കിനെ ലംഘിച്ചുകൊണ്ട് പിശാചായവൻ വന്ന് പറഞ്ഞെന്താ? ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ?
എൻ്റെ അർത്ഥം ദൈവം വാസ്തവമല്ലാതെയും പറയുന്ന ആളാണെന്ന് സ്ഥാപിച്ചു. 2, അത് നീ തിന്നാൽ നീ ദൈവത്തെ പോലെയാകും. സാത്താൻ്റെ ഒരു ബുദ്ധിയുണ്ടോ? സാത്താൻ അത് കഴിച്ചിട്ട് പറയുക, അത് നീ തിന്നാൽ അവനെ പോലാകുന്നവൻ പറഞ്ഞോ? പറഞ്ഞില്ല. അവനറിയാം അവൻ കൊള്ളത്തില്ലെന്ന് നല്ല ഉറപ്പാണ്, അതുകൊണ്ട് ആകർഷിക്കുകയില്ലെന്ന് മനസ്സിലായി. അത്രയും ബോധം അവനുണ്ടായിരുന്നു. അവൻ മഹാ കൊള്ളരുതാത്തവനാണെന്ന് മനസ്സിലായിട്ട് പറയുക, അത് തിന്നാൽ നീ അവനെ പോലാകുമെന്നല്ല, നീ ദൈവത്തെ പോലാകും. കണ്ടില്ലേ? വഞ്ചിച്ചു. മനുഷ്യൻ പാപിയായി. പാപിയായ മനുഷ്യനെ പാപാവസ്ഥയിൽ തളച്ചിടാൻ പിശാച് പിന്നെ ഇഷ്ടപ്പെട്ടു. എന്താ കാര്യം എന്നറിയണ്ടേ? ദൈവം പറയുക, ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടി അവൻ ഈ രൂപത്തിൽ പറിച്ചു തിന്നേക്കും ജീവിക്കും. അതുകൊണ്ട് തൽക്കാലം ഒരു വഴി, ഈ ഏദനെ എടുത്ത് മാറ്റി ആദമിനെ പടിക്ക് പുറത്താക്കി ഹവയോടുകൂടെ പുറത്തുപോയി. ഇവിടെ ഒരു വസ്തുത പഠിക്കണം. ആദം 930 സംവത്സരം ജീവിച്ചിരുന്നു. നിങ്ങൾ എവിടുന്ന് ആദമിൻ്റെ 1 വയസ്സ് കണക്കിലെടുക്കുന്നത്? 2 വയസ്സായ ആദമിനെ എവിടെ കാണാം? 5 വയസ്സായ ആദമിനെ കാണാമോ? നമ്മൾ കാണുന്ന കാലത്തെ ആദമിന് പ്രായം കൂട്ടിയാൽ 25-30 വയസ്സിന് ഇടയ്ക്കുണ്ട് പ്രായമുണ്ട്. പിന്നെ എവിടുന്ന് കൂട്ടും 930 സംവത്സരം? പറയാം. ഏദനിലായിരുന്ന ആദമിന് പ്രായമില്ല. എന്താ പ്രായമില്ലെന്ന് പറയാൻ കാരണം? പറയാം. കാലം നമ്മളെ ബാധിക്കുന്നതിൻ്റെ പേരാണ് പ്രായം. 10 കൊല്ലം മുമ്പ് കണ്ട ആൾ അതുപോലെ ഇരുന്നൊന്ന് കൂട്ടിക്കോ, അപ്പോൾ അവർക്ക് പ്രായമില്ല. ഇപ്പം നമ്മൾ 10 കൊല്ലം മുമ്പ് കണ്ടിട്ട് അതുപോലെ ഇരിക്കാൻ കാരണം ഡൈ ചെയ്തുകൊണ്ട് വരുന്നുണ്ടാ, അല്ല പ്രായമില്ലാഞ്ഞിട്ടല്ല. മനസ്സിലായില്ലേ? മേക്കപ്പൊക്കെ അടിച്ചു വരുന്നതുകൊണ്ടാ ഏകദേശം വ്യത്യാസമില്ലെന്ന് തോന്നുന്നേ. പ്രായം എന്താ? കാലം നമ്മളെ ആക്രമിക്കും. അപ്പോഴാ ചൊല്ലു പറയുന്നത്, എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ഒന്ന് കാണണമായിരുന്നു. എന്തോ ഒരു അത്യാവശ്യം ഇവിടെ. ഇയാളുടെ ചെറുപ്പത്തിൽ പോയി ഇയാളെ കണ്ടിട്ടു, അല്ലാതെ വേറൊരു രക്ഷയില്ല. കാലം ആക്രമിക്കും. അപ്പോഴേ കാലം എന്തിനാക്രമിക്കുന്നത്? ഉന്മേഷവും പ്രസരിപ്പും നഷ്ടപ്പെട്ട് ഒടുവിൽ നമ്മൾ മണ്ണോട് ചേരണം. മരിക്കാനാണ് കാലം നമ്മളെ. അതിനാ നമ്മൾ പറയുന്നത് കാലകരണപ്പെട്ടു എന്നൊക്കെ ചിലപ്പോൾ പറയില്ലേ. കാലം നമ്മെ വിഴുങ്ങിത്തീർത്തു, അതാണ് മരണം. തിരുമേനിമാർക്കൊക്കെ അത് കറക്റ്റാണ് പറയുന്നത്, കാലം ചെയ്തു. അപ്പോൾ കാലം കൊണ്ടുപോയി. അപ്പോഴേ ടൈം അഫക്റ്റ് ചെയ്യാത്തൊരു ബോഡിയായിരുന്നു ആദമിന്. അവൻ മരിച്ചു. ഇത് പറയുമ്പോഴും ആദമിനോട് ദൈവം പറഞ്ഞു, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഈ നാൾ എന്നതിന് ഉപയോഗിച്ചൊരു എബ്രായ പദമുണ്ട്, യോം എന്നാണ്. യോം അത് പരിശോധിച്ചാൽ പിടികിട്ടും. തിന്നുന്ന ആ ദിവസം മരിക്കുമെന്നല്ല. ദൈവത്തിൻ്റെ ഒരു യോം, ഒരു നാൾ കണ്ട ഒരൊറ്റ മനുഷ്യനും ലോകത്തില്ല. ദൈവത്തിൻ്റെ ഒരു ദിവസം 1000 സംവത്സരം പോലെയും ഇന്നലെ കഴിഞ്ഞു പോയ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. അത് കണ്ടവരാരും ഇല്ല, ഒറ്റ മനുഷ്യനില്ല. 1000 സംവത്സരം പോലും കാണാതെ 930 സംവത്സരം കൊണ്ട് ആദം മരിച്ചു. പക്ഷെ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ ആദമിന് വലിയ ഭയം വന്നില്ല. ആദം കണ്ടിട്ടുണ്ടേ ആടുമാടുകൾ ചാകുന്നത്, ഇടജാതികൾ ചാകുന്നത്, പറവകൾ ചാകുന്നതൊക്കെ കണ്ടിട്ടും വലിയ ദുഃഖമോ ആകാംക്ഷയോ തോന്നിയില്ല, വലിയ ഭയവും വന്നില്ല. പക്ഷേ ആദം അമ്പരന്ന് പോയൊരു ദിവസമുണ്ട്. തൻ്റെ ഒരു മകൻ ഹാബേൽ മറ്റൊരു മകൻ്റെ കരങ്ങളാൽ വയലിൽ പിടഞ്ഞു വീണ് കിടക്കവേ, കയ്യിൽ കരുതിയ കല്ലുകൊണ്ടോ കത്തിക്കൊണ്ടോ എന്തായിരിക്കണം അന്നത്തെ ആയുധം നമുക്കറിഞ്ഞുകൂടാ. മുനയുള്ള കല്ലുകൊണ്ടാകാം, മറ്റൊരായുധം കൊണ്ടാകാം, പ്രാകൃതങ്ങളായ അക്കാലഘട്ടത്തിൽ എന്തെങ്കിലും കൊണ്ടാകാം. കണ്ടം മുറിച്ചു രക്തം ചിന്തി ഈ തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് പിടയുമ്പോൾ എന്തെന്നറിയാതെ കയ്യിനിലൂടെ വാർത്ത അപ്പനറിഞ്ഞു. അപ്പനും അമ്മയും വരുമ്പോൾ രക്തം മുറ്റി
കണ്ണുകൾ തുറിച്ച് നിശ്ചലമായി കിടക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ കുഞ്ഞേ കുഞ്ഞേ എന്ന് വിളിക്കുന്നുണ്ട്. ചോര പുരണ്ട ഉടലിൽ മണ്ണുടലിലേക്ക് പതിഞ്ഞു കിടക്കവേ തട്ടി 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 വിളിക്കുന്നുണ്ട്. അനക്കമില്ല, തിരിച്ചു വരുന്ന ലക്ഷണമില്ല. ഹവ്വ അലറിക്കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കണ്ണീരൊഴുക്കി അവിടെ വീഴുമ്പോൾ ആദം നിർവികാരനായി അപ്പുറത്ത് നിന്നിട്ട് തിരിച്ചറിഞ്ഞു, ഇതാണ് പാപത്തിൻ്റെ ശക്തി, ഞാൻ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ കാഠിന്യം. അരുത് എന്ന് പറഞ്ഞപ്പോൾ ചെയ്തു കൂട്ടിയ തിന്മയുടെ കാഠിന്യം രണ്ടാളുകളും ഒരുമിച്ച് പങ്കിട്ടിട്ട് പറഞ്ഞു, ഇതാണ് മരണം. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഭീകരമായ അവസ്ഥയാണ് മരണം. അതിനാ വചനം പറയുന്നത് ഒടുക്കത്തെ ശത്രു. അതുകൊണ്ട് മരണമെല്ലായ്പ്പോഴും വേദനാജനകം. ആരുടെയും മരണം വേദനാജനകമാണ്. വേദനാജനകമായ ആ മരണം മനുഷ്യൻ കണ്ടു. അതുകൊണ്ട് മനുഷ്യൻ മരണത്തെ ഭയപ്പെട്ടു. പിന്നെ ചെയ്യാൻ തുടങ്ങിയത് മരണാനന്തര ജീവിതത്തെപ്പറ്റി സങ്കല്പിച്ചു. ആ സങ്കല്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈജിപ്തുകാരുടേതായിരുന്നു. മരിച്ചുപോയ മനുഷ്യനോട് പ്രാർത്ഥിക്കുന്ന ആളുകളായിരുന്നു ഈജിപ്തുകാർ. മരിച്ചവൻ്റെ ശവശരീരത്തെ പൂജിച്ചു വെക്കുന്ന മമ്മീഫൈ ചെയ്ത ബോഡികളെപ്പറ്റി കേട്ടിട്ടുണ്ട്. 5000 വർഷം പഴക്കമുള്ള ശവകുടീരങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ട്. ഇതിനകത്ത് ക്രിസ്തുവിനും 2500 വർഷം മുമ്പ് പഴക്കമുള്ള ശവശരീരങ്ങൾ ഇന്നും ഈജിപ്തിലെ ഫറവോനിക്ക് വില്ലേജിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. മനുഷ്യൻ ഇവയ്ക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുന്നു, അവയ്ക്ക് അമർത്യത കിട്ടാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ടും മരണത്തിൻ്റെ പൊരുൾ മനസ്സിലാവുന്നില്ല. യോബിൻ്റെ പുസ്തകത്തിൽ അത് ചോദിക്കുക, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. നമ്മളതിനെ മുറിച്ച് കളഞ്ഞാലേ അത് വീണ്ടും പൊട്ടിക്കിളിർക്കും. വെള്ളത്തിൻ്റെ ഗന്ധം കിട്ടിയാൽ മതി, അത് തളിരിടും. എന്നിട്ട് ഭക്തൻ ചോദിക്കുക ഒരു ചോദ്യം, പക്ഷേ മനുഷ്യനോ അല്ലെങ്കിൽ പുരുഷനോ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടോ ഉലകത്തിൽ ആർക്കെങ്കിലും? ആരാ ഇതിന് ഉത്തരം പറഞ്ഞത്? ഏത് ശാസ്ത്രം പറഞ്ഞു? ഏത് ചിന്തകൻ പറഞ്ഞു? ദാ ബോട്ടണിയുടെ സ്വാഭാവികമായ ആ ശാസ്ത്ര വിസ്മയത്തിലേക്ക് കണ്ണു നട്ടിട്ട് സത്യശാസ്ത്രത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യോബ് തൻ്റെ സംശയം പങ്കുവെക്കുകയാ. ഒരു വൃക്ഷമായിരുന്നെങ്കിൽ പ്രതീക്ഷിക്കാൻ വകയുണ്ട്. അത് അറുത്ത് മുറിച്ച് കളയട്ടെ, അത് വീണ്ടും പൊട്ടിക്കിളിർക്കും. വെള്ളത്തിൻ്റെ ഗന്ധം കിട്ടിയാൽ അത് തളിർവിടും. പക്ഷേ പുരുഷനോ പ്രാണന വിട്ടാൽ പിന്നെ അവൻ എവിടെ? എന്ത് സംഭവിക്കുന്നു? ഇവിടെയാണ് മർത്യശരീരത്തെ കൃത്യം വിശുദ്ധ ബൈബിൾ വ്യാഖ്യാനിച്ചത്. ഞാൻ നിരീശ്വരന്മാരുടെ ഒരു സംവാദത്തിൽ പങ്കെടുത്തിട്ട് സംസാരിക്കുമ്പോൾ അവർ ചോദിച്ചു, മനുഷ്യൻ ദൈവം മണ്ണ് കുഴച്ചുണ്ടാക്കിയതാണ് എന്ന കിതാബൊക്കെ കളഞ്ഞിട്ട് ശാസ്ത്രത്തിലേക്ക് വരണം, ശാസ്ത്രബോധത്തിലേക്ക് വരണം. ഞാൻ സാധാരണ പറയുന്നൊരു ഉത്തരം ആവർത്തിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെ ശാസ്ത്രം പഠിപ്പിക്കാനൊന്നും നിരീശ്വരന്മാർ വളർന്നിട്ടില്ല എന്ന് തന്നെ പറയാം. എന്താ കാര്യം എന്ന് പറയട്ടെ, ഇന്നോളം ലോകം കണ്ടെത്തിയ മഹാപ്രതിഭാശാലികളായ ശാസ്ത്രകാരന്മാരെയൊക്കെ ഉലകത്തിന് സംഭാവന ചെയ്തത് വിശുദ്ധ ബൈബിളാണ്. ഞാൻ നിരന്നു നിന്ന് കുറേ ആൾക്കാരുടെ പേരങ്ങ് പറയാം. മൈക്കൽ ഫാരഡേ, ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൈദ്യുത ദീപങ്ങളില്ലേ, വൈദ്യുത പിതാവെന്നറിയപ്പെടുന്ന മൈക്കൽ ഫാരഡേ ഒരു ബൈബിൾ വിശ്വാസിയായിരുന്നു. മാഡം ക്യൂറി എടുക്കുക, പിയറി ക്യൂറി എടുക്കുക, ഇനി ഐസക് ന്യൂട്ടനെ എടുക്കുക, നിങ്ങൾക്ക് എത്ര മഹാരഥന്മാരുടെ പേര് വേണം, ഗ്രിഗർ മെൻഡലെ എടുക്കുക. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്നോളം ശാസ്ത്ര ഗവേഷണ രംഗത്ത് നൊബേൽ പ്രൈസ് കരസ്ഥമാക്കിയ ആളുകളുടെ എണ്ണം എടുത്താൽ ഏതാണ്ട് 70% ആളുകൾ ബൈബിളിൻ്റെ പുതിയ നിയമമോ പഴയ നിയമമോ ദൈവവചനമായി അംഗീകരിച്ച മനുഷ്യരായിരുന്നു. നിരീശ്വരന്മാരുടെ പെർസെൻറ്റ് കേൾക്കണോ? 10%, 9-10%. അത് ശാസ്ത്രത്തിനല്ലെന്ന്. പിന്നെന്താ? ഈ നാടകവും നോവലും ഒക്കെ എഴുതിയ സാഹിത്യത്തിനുമൊക്കെയാണ്. അപ്പോൾ ഈ 10% കഷ്ടിച്ചില്ലാത്ത ദാരിദ്ര്യരേഖയ്ക്ക് താഴെ താമസിക്കുന്ന കക്ഷികൾ വന്നാൽ നമ്മളോട് പറയുന്നത് ശാസ്ത്രം പഠിപ്പിക്കുകയെന്ന്. ആക്കം വരുമ്പം ഞങ്ങൾ പറയാം, എന്താ കാര്യം എന്നറിയണ്ടേ.
നിങ്ങൾ പറയുന്നതല്ലെന്നേ ബൈബിളിലുണ്ടോ യഹോവയായ ദൈവം നിലത്ത് മണ്ണ് കുഴച്ച് മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാമോ? അങ്ങനല്ല ബൈബിൾ പറയുന്നത്. പിന്നെ എങ്ങനെ? ബൈബിൾ വായിക്കാത്തവൻ്റെ ലക്ഷണമാണ്. ബൈബിളിൽ നിന്ന് അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ബൈബിളിൽ ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ആളുകൾ തെറ്റിദ്ധരിച്ച് പറയുന്നുണ്ട്. ചിലപ്പോൾ ദൈവദാസന്മാർ തെറ്റിദ്ധരിച്ച് പറയുന്നൊരു വചനമുണ്ട്, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അങ്ങനൊരു വാക്യം ബൈബിളിലില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെന്ന് കാണിച്ചു തരണം. കൂടി വരുമ്പോഴൊക്കെ ചെയ്യാനാണ് ഇപ്പോൾ ചെയ്യണ്ടേ. എന്നെ സ്വീകരിക്കാൻ ഒരു പാസ്റ്റർ വഴി നിന്നു. ആദ്യം ഞങ്ങൾ കർത്തൃമേശ നടത്തിയിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ. കാരണം എന്താ? കൂടി വന്നുപോയി. അങ്ങനെ വാക്യമില്ല. ഈ വാക്യം തെറ്റിദ്ധരിച്ച നമ്മുടെ കൂടെ ഉള്ളൊരു വിദ്വാൻ പിന്മാറ്റത്തിൽ പോയി. ആ പോകുന്നതിന് മുമ്പ് ഒരു ലക്ഷണം കാണിച്ചു. നിങ്ങൾക്കറിയാവുന്ന കക്ഷിയാണ്. ഞങ്ങൾക്ക് കുറേ, എനിക്കും എലിയാസിനും ഒക്കെ, എലിയാസിനും ഒരു കക്ഷിയൊക്കെ അറിയില്ലായിരിക്കും അല്ലേ, സിബി തങ്കച്ചനെ അറിയത്തുള്ളൂ, കൂട്ടെ പണ്ടേ അറിയാവുന്നതാണ്. അപ്പോൾ അവനെപ്പറ്റി ഒരു ചോദ്യം വന്നു എൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ. ആ കക്ഷിയെപ്പറ്റി ഞാൻ പേര് പറയുമ്പോൾ അറിയാം, പേര് പറയാതെ പറയുമ്പോൾ അറിയാം. പേര് പറയാനുള്ള ബുദ്ധിമുട്ടല്ല, പിന്മാറിപ്പോയതിൻ്റെ കാര്യം എന്താ പറയാനാ. അപ്പോൾ എന്താണ് കാര്യമെന്ന് വെച്ചാൽ, ഈ കർത്തൃമേശവുമായി ബന്ധപ്പെട്ട് അവൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കൂടി വരുമ്പോഴൊക്കെ ചെയ്യാനാണ്. അപ്പം അങ്ങനെ കൂടി വന്ന എല്ലാവർക്കും കൊടുത്തു. വഴിയെ പോയ മനുഷ്യർക്കൂടെ ഇതെല്ലാം കൊടുത്തു. അപ്പോൾ എന്നോടിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ഈ അപ്പവീഞ്ഞുകൾ സ്നാനപ്പെടാത്തവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കൊക്കെ കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അതിനോട് യോജിപ്പുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിനെന്താ കുഴപ്പം, അതിനകത്തൊരു പ്രമാണപരമായി തെറ്റൊന്നും പറയാൻ പറ്റില്ല. ബൈബിൾ അതിനെതിരൊന്നും അല്ല. അതെന്താ അങ്ങനെ പറഞ്ഞേ? എടാ, അവൻ്റെ കാശ് കൊടുത്ത് റൊട്ടിയും വീഞ്ഞും മേടിച്ച് മനുഷ്യന് കൊടുക്കുന്നതിന് വേണ്ടെന്ന് പറയാൻ ഞാനാര്? അത് തിന്നാൻ ആളും ഉണ്ടെങ്കിൽ അവൻ ആർക്കെങ്കിലും കൊടുക്കട്ടെ. അത് തെറ്റാന്നെങ്ങനെ നമ്മൾ പറയുന്നത് അല്ലേ? അവനപ്പോ വീഞ്ഞോ കള്ളോ എന്തെങ്കിലും മേടിച്ച് കൊടുക്കട്ടെ. അത് തെറ്റെന്ന് പറയേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഇല്ല. അവൻ സുഖത്തിൻ്റെ കെട്ടും പൊട്ടിച്ചല്ലേ നടപ്പുണ്ട്. മനസ്സിലായില്ലേ? പറഞ്ഞെന്തിനാ? സത്യത്തിൽ ഈ സുഗതൻ എന്നൊരു കഥാപാത്രമൊന്നുമില്ല. അവനാരെ കൂലിക്ക് കൊണ്ടോട്ട് ഇരുത്തിയ. ഞാൻ ചോദിച്ചാൽ നിനക്ക് ഇങ്ങനെ മുമ്പ് മുഖത്തിലെടുത്ത് നിനക്ക് ധൈര്യം ഉണ്ടേ സുഗതനെ കാണിച്ച? ഇങ്ങനെ ഫ്രണ്ടി വന്നിരിക്കുക തിരുവല്ലയിൽ. സുഗതൻ എന്നൊരു സങ്കല്പ കഥാപാത്രമാണ്. ഒറിജിനൽ സുഗതനുണ്ട്. ഇപ്പോൾ നമ്മൾ പോകാമെന്ന് പറഞ്ഞു. ആശാൻ വേണ്ടിയില്ല. പറഞ്ഞെന്തിനാ? വചനം തെറ്റിച്ച് വായിച്ചിട്ടാണ് പറഞ്ഞത്. എന്താ? കൂടി വരുമ്പോഴൊക്കെ അവനവൻ്റെ വിശ്വാസം അവനവനെ രക്ഷിക്കും. ബൈബിളിലില്ല. ആ മലയിലും അല്ല, അങ്ങനെയും ബൈബിളിലില്ല. ആ മലയിലും അല്ല, ഈ മലയിലും അല്ല, ബൈബിളിലില്ല. വിശുദ്ധ ബൈബിൾ അങ്ങനെ ഇല്ലെന്നുണ്ടേ കാണിച്ചു തരണം. അത് കണ്ടിട്ടേ പോകുന്നുള്ളൂ. ചിലക്ക് അത്ഭുതം അല്ലേ? ഈയിടയ്ക്ക് ഒരിടത്ത് ചെന്നപ്പോൾ ഒരു പാട്ട് പാടുന്ന ചങ്ങാതി പറയുക, രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. ഞാൻ പറഞ്ഞു ബൈബിളിലുണ്ടോ? അങ്ങനെ ഇല്ല. ഒരു പാട്ടിൽ ആരാണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. പാട്ടുണ്ടാവുന്നൊന്നും കണക്കിലെടുക്കണ്ട. ഈയിടയ്ക്കൊരുത്തൻ എഴുതിയില്ലേ, എന്താ ഇപ്പോൾ ചെയ്യുക, നീ എന്തെങ്കിലും അങ്ങ് ചെയ്യ്. മനുഷ്യനെ മെനക്കെടുത്താതെ നീ എന്തെങ്കിലും അങ്ങ് ചെയ്യ്, പോകട്ടെ. ഇപ്പം എന്ന് പറഞ്ഞ പോലെ ഈ രാജാവുള്ളിടത്ത് രാജകോലാഹലം ഉണ്ടെന്ന് വിശുദ്ധ ലിഖിതത്തിൽ ഇല്ലെന്നേ. ഉപദേശി ഉമ്മാർ ഇത് ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒരു മെസ്സേജ് ഇട്ടാട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇല്ല. രാജാവുള്ളിടത്ത് രാജകോലാഹലം ഉണ്ടെന്ന്. അയാൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ? രാജകോലാഹലം ഉണ്ട്, അയാൾക്ക് തിരിയാനും അറിയാനും പറ്റുമോ? അർത്ഥവാദി മനസ്സിലാക്കണം. ഒരു വചനം എടുത്തിട്ടല്ലേ. സ്തോത്രം. ഇതുപോലൊരു വചനമാണ്. മണ്ണ് കുഴച്ച് മനുഷ്യനുണ്ടാക്കിയെന്നല്ലെന്നേ. ശ്രദ്ധിക്കുക. സൃഷ്ടിച്ചു എന്ന് പറയാൻ ബൈബിളിൽ 3 പദങ്ങളാവും. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയിൽ മാത്രം സൃഷ്ടിച്ചു 3 പദം. ഒന്നാമത്തെ പദം ബാറ എന്നാണ്. ബാറ, ടു ക്രിയേറ്റ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയണ്ടേ? ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുക. ഒന്നും അടിസ്ഥാനപരമായിട്ടില്ല, ഒരു മൂലവസ്തുവില്ലാതെ, ഒരു പ്രൈമാ കോസ് ഇല്ലാതെ, ഒരു ആരംഭ വസ്തു ഒന്നുമില്ലാതെ സൃഷ്ടിക്കുക. ശാസ്ത്രം തലകുത്തി നിന്നാൽ ഉണ്ടാവില്ല. ഏത് ബിഗ് ബാങ് തിയറി പറഞ്ഞാലും ഒരു കണം വേണം.
ആ കണം വികാസം പ്രാപിക്കണമെങ്കിൽ ഊർജ ലഭ്യത ഉണ്ടാവണം. ആ ഊർജത്തിന് പരിവർത്തനം വരണമെങ്കിൽ ചലനാത്മകത ഉണ്ടാകണം. സ്ഥിതികോർജം ഗതികോർജമൊക്കെ ആയി മാറണ്ടേ? ഉലകത്തിൽ ഇന്നോളമുള്ള ഊർജത്തിൻ്റെ അളവ് സെയിം. അതാ തെർമോഡൈനാമിക്സ് പറയുന്ന തത്വം തന്നെയാണ്. ഉലകത്തിൽ ഇന്നോളമുള്ള ഊർജത്തിൻ്റെ അളവ് സെയിം. അതാ ന്യൂട്ടൻ്റെ തിയറി. അത് എന്തെന്നാ, ഊർജം ഉണ്ടാക്കാനും നശിപ്പിക്കാനും സാധിക്കില്ല. ഐൻസ്റ്റീൻ്റെയാണ് ഊർജ സംരക്ഷണ നിയമം. അതിന് പരിവർത്തനം വരണമെങ്കിൽ, അത് മാറണമെങ്കിൽ, അതിന് രൂപഭാവങ്ങളൊക്കെ മാറിയെങ്കിൽ മാത്രമേ ഒരു കാര്യം പ്രവർത്തനക്ഷമമാകൂ. ഉദാഹരണം, വെള്ളം കെട്ടിക്കിടക്കുന്നു ഡാമിൽ, അതിന് സ്ഥിതികോർജം എന്ന് പറയുക. അവൻ ഒഴുകി വന്ന് ഒരു യന്ത്രം കറക്കണം, അപ്പോൾ യാന്ത്രികോർജമാകും. അവിടുന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇലക്ട്രോണുകളില്ലേ, അതിങ്ങനെ സഞ്ചരിക്കുമ്പോൾ അത് വൈദ്യുതോർജ്ജമാകും. അതിവിടെ വന്ന് കൺവേർട്ട് ചെയ്ത് പ്രകാശോർജ്ജമാകും. അപ്പോൾ ഊർജത്തിൻ്റെ സ്ഥിതി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് നശിക്കുന്നുമില്ല, അത് ഉണ്ടാകുന്നുമില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇനി ക്രമമില്ലാത്ത ഒരവസ്ഥയിൽ നിന്നൊരു ക്രമമുണ്ടാക്കിയെടുക്കണം. അതിന് മറ്റൊരു ക്രമത്തിൻ്റെ ഇടപെടൽ ആവശ്യമാണ്. മനസ്സിലായോ? ഇല്ല. ഇപ്പോൾ നമ്മളെല്ലാം ഇവിടെ ഇങ്ങനെ അച്ചടക്കം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുകയെന്ന് കൂട്ടിക്കോ. ഇതൊന്ന് ക്രമീകരിക്കണമെങ്കിൽ അച്ചടക്കബോധമുള്ളൊരു ക്രമം അതിനകത്ത് ഇടപെട്ടെങ്കിലേ ഓർഡറിലാകും. ഒന്നൊരു പറയാൻ ഒക്കുന്നില്ല. നിങ്ങളുടെ മൊബൈൽ ഫോൺ പൊട്ടിച്ച് അടിച്ച് പാർട്സായിട്ട് ഇവിടെ വച്ചു. അത് തന്നെ കൂടിച്ചേരത്തില്ല, ഒരിക്കലും തന്നെ കൂടിച്ചേരും. ഏത് കാറ്റടിച്ചാലും കൂടിച്ചേരത്തില്ല. അത് ക്രമം വരണമെങ്കിൽ മറ്റൊരു ക്രമത്തിൻ്റെ ഇടപെടൽ ഉണ്ടാക്കണം. മനസ്സിലായി പറഞ്ഞേ? ഹൈഡ്രജൻ്റെ 2 ആറ്റം, ഓക്സിജൻ്റെ 1 ആറ്റം കൂടിയാൽ വെള്ളം H2O. അത് രണ്ടിടത്തിരുന്നാൽ വെള്ളമാവില്ലെന്ന് അവനെ ആ ക്രമത്തിൽ യോജിപ്പിക്കാൻ മറ്റൊരു ക്രമം വേണം. ക്രമരാഹിത്യത്തിൽ നിന്ന് ഒരു ക്രമം ഉയർന്നു വരാൻ മറ്റൊരു ക്രമത്തിൻ്റെ ഇടപെടലുണ്ടാവണം. ആ ക്രമം ആരാ? അതാ ദൈവം. യഥോചിതം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പ്രപഞ്ചനാഥൻ. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പാടുന്നത്, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആ ക്രമം കാണണോ? ആർത്തലക്കുന്ന മഹാസമുദ്രത്തിൻ്റെ ചുറ്റും പഞ്ചസാര തരികൾ പോലെ മണൽ വിരിച്ചിട്ട് പറഞ്ഞു, ഇവിടെ വരെ നിനക്ക് വരാം, ഇവിടെ നിൻ്റെ തിരമാലയുടെ ഗർവമടങ്ങും, നീ തോറ്റ് പിൻവാങ്ങി തിരിച്ചു പോകും. ഈ ഉത്തരവിട്ടിട്ട് കോടാനുകോടി വർഷം ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന മഹാശക്തിയുടെ പേരാ ദൈവം. അവിടുന്ന് ശൂന്യതയിൽ നിന്ന് സകലതും സൃഷ്ടിച്ചു എന്ന് പറയാൻ ഉപയോഗിച്ച പദമാണ് ബാറ. രണ്ടാമതൊരു പദമുണ്ട് ആസ. ആസ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണ്ടേ? ബാറ തുടക്കത്തിലേ ഉള്ളൂ കേട്ടോ. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അതാ ശരി പരിഭാഷ. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അവിടെയാ ഹീബ്രുവിൽ കിടക്കുന്ന ബാറ, ദൈവം സൃഷ്ടിച്ചു. പിന്നെ കിടക്കുന്ന പദം അറിയോ? ഇങ്ങോട്ട് ഒന്നും ശൂന്യതയിൽ സൃഷ്ടിക്കണ്ട, ഇവിടെ ഞാൻ നിൽപ്പുണ്ട്. എൻ്റെ അടവൊക്കെ എനിക്ക് മനസ്സിലായി. അടുത്തത് ആസ. ആസ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന കാര്യം ദൈവത്തിനും പറ്റും. ദൈവത്തിന് പറ്റുമെന്ന് പറയണ്ടല്ലോ. അതായത് ഒരു വസ്തുവിനെ മറ്റൊന്നാക്കുക. ഉദാഹരണം, ഈ സ്റ്റീൽ പൈപ്പിനെ ഇങ്ങനൊരു പുൽപ്പിറ്റാക്കുക, ഒരു പോഡിയം ആക്കുക. ഒന്നിനെ മറ്റൊന്നാക്കുക. അതിനും കണക്കുണ്ട് കേട്ടോ. ഒന്നിനെ മറ്റൊന്നാക്കുക. ഒരു തടിയെ ഒരലമാരയാക്കുക, ഒരു ഇരുമ്പ് തണ്ടിനെ ഇതുപോലൊരു സ്റ്റാൻഡാക്കുക. അതിനുപയോഗിച്ച പദവ ആസ. ഇത് മനുഷ്യന് പറ്റും. അതാ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നൊക്കെ നമ്മൾ പറയുന്നത്. യഹോവ ദൈവത്തിനും പറ്റും. ഇനി മൂന്നാമതൊരു പദമുണ്ട്, ഒരാൾക്കും പറ്റില്ല. ഓൺലി ഓൾമൈറ്റി ഗ്യാൻ, ദൈവത്തിന് മാത്രം. എന്താണെന്നറിയണ്ടേ? പറയാം. അത് യത്സർ എന്നൊരു പദമാണ്. വൈറ്റി ഇസഡാർ, യത്സർ. എന്താ യത്സർ എന്നറിയണ്ടേ? ഒരു വസ്തുവിനെ മൂലവസ്തുവുമായി ഒരു ബന്ധവുമില്ലാത്ത മറ്റൊന്നാക്കുക. മനസ്സിലായോ? നിങ്ങളുടെ കയ്യിലൊരു കല്ല് തന്നിട്ട് പറയുക സ്വർണ്ണമാക്കാൻ പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല, ഒരു രക്ഷയില്ല.
എന്ത് ചെയ്യും? യഹോവയായ ദൈവം നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. വെള്ളമൊഴിച്ച് കുഴച്ച് പൊടിയുണ്ടാക്കിയെന്നല്ല, ബിംബം ഉണ്ടാക്കിയെന്നല്ല. ഭൂമിയിലുള്ള 22 മൂലകങ്ങൾ, 94 മനുഷ്യ ദൈവനിർമ്മിതമായ മൂലകങ്ങളുണ്ട്, മനുഷ്യനിർമ്മിതമായ വേറെയുണ്ട്. ഇതിൽ 94 മൂലകങ്ങളിൽ 22 മൂലകങ്ങൾ മനുഷ്യ ശരീരത്തിലുള്ളത് മണ്ണിലുമുണ്ട്. അവനെ ഇങ്ങെടുത്തു. മനുഷ്യരെ രൂപപ്പെടുത്തിയിട്ട് തീർന്നില്ല. നമ്മിലേക്ക് ഭൂമിയിൽ കാണാത്ത, ഭൂമിയിലെ മണ്ണിൽ നിന്നെടുക്കാത്ത മറ്റൊന്ന് വിന്യസിപ്പിച്ചു. ഓക്സിജൻ, ജീവശ്വാസം. ശ്വാസം മാത്രമല്ല എടുത്തതേ, മനുഷ്യൻ ജീവനുള്ള ദേഹിയായിത്തീർന്നോ അവനിലേക്ക് തൻ്റെ ആത്മാവിനെ അയച്ചു. മൃഗത്തിന് കൊടുക്കാത്തതാണ് നമുക്കുള്ളത്, തൻ്റെ ആത്മാവിനെ. അങ്ങനെ അർത്ഥവത്തായ ഒന്നിനെ സൃഷ്ടിച്ചു. അതാ നമ്മൾ. ആ മനുഷ്യൻ പാവിയായപ്പോൾ മരണം അവനെ വേട്ടയാടി. ആ മരണത്തെ ഭയപ്പെട്ട് കഴിഞ്ഞ മനുഷ്യരാശിയുടെ മുഴുവൻ ചോദ്യം ഒരാൾ ചോദിച്ചു, പുരുഷനോ പ്രാണനെ വിട്ടാൽ പിന്നെ അവനെവിടെ? അങ്ങനെ സകല ഭൂവാസികളുടെയും വഴി ശവക്കുഴിയായിരുന്നെങ്കിൽ, അതുകൊണ്ട് ജീവിതം അവസാനിച്ചെങ്കിൽ, ഇതാ കാൽവരിയുടെ കൊലമരത്തിൽ ഒരുവൻ മനുഷ്യരാശിയുടെ മുഴുവൻ പ്രതിനിധിയായി ഏറ്റുപറഞ്ഞ് കരയുക, എന്നെ കൈവിട്ടതെന്ത്? പിതാവേ, സകല ഭൂവാസികളും പോകേണ്ട വഴിയിലേക്ക് അങ്ങയുടെ വാഗ്ദത്ത പുത്രരെ ഏകജാതനെ കൈവിട്ടതെന്ത്? അവൻ അലറിക്കരഞ്ഞു. ദൈവമാണെങ്കിൽ ക്രിസ്തു കരയുമോ എന്ന് ചോദിക്കുന്നതുകൊണ്ട് അറിയുക പ്രിയപ്പെട്ടവരെ, ആ കരച്ചിൽ പോലും 1000 ആണ്ടുകൾക്ക് മുമ്പ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ ദാവീദ് എഴുതി വച്ചിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ആ കൈവിടപ്പെട്ടവൻ മരണത്തെ ചെറുതു തോൽപ്പിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്തു. മരണത്തിൻ്റെ വിഷമുള്ളായ പാപം എടുത്തു കളഞ്ഞപ്പോൾ പണ്ട് പറഞ്ഞൊരു വാക്യം അന്വർത്ഥമായി. തൻ്റെ ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതായി. ഇന്ന് ക്രിസ്തുവിൽ മരിക്കുന്ന വൃതന്മാർ ഓർത്തുകൊള്ളണം, പാപത്തിൻ്റെ വിഷമുള്ളില്ലാത്ത സ്വാഭാവികമായൊരു മരണം ഭക്തന് വച്ചിട്ടുണ്ട്. അതിൽ പാപത്തിൻ്റെ ശക്തിയില്ല, പാപത്തിൻ്റെ വിഷമുള്ളില്ല. എന്താ പാപത്തിൻ്റെ വിഷമുള്ളതറിയണ്ടേ? പാപത്തിൻ്റെ ശക്തി നിയമം അഥവാ ന്യായപ്രമാണം. അത് പറഞ്ഞ് ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. ഈ ന്യായപ്രമാണം നമുക്ക് ബാധകമാണോ? കല്ലെറിഞ്ഞുള്ള കൊലയൊക്കെ നമുക്ക് ബാധകമാണോ എന്ന്? ആണോ? സോളോം പാസ് എന്ത് പറയുന്നു? മിണ്ടാതിരിക്കുക, ഈ പുകിലെല്ലാം ഒപ്പിച്ചിട്ടു. നമുക്കെല്ലാം ഇത് ബാധകമാണ്. കാരണം എന്താ? പാപം ചെയ്യുന്ന ദേഹി മരിക്കണം, കല്ലെറിഞ്ഞ് കൊല്ലണം. കയ്യിലിരിപ്പ് വെച്ചാൽ നമ്മളെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതാണ്. പക്ഷേ കല്ലെറിയാൻ ആരാച്ചാരം ഇങ്ങോട്ട് വരുമ്പോഴേക്ക് നമ്മൾ ഓടുന്നൊന്നുമില്ല, ഇവിടെ തന്നെ നിൽക്കും. എന്താ നിൽക്കാൻ കാരണം? നിൽക്കാൻ കാരണം അറിയോ? പറയാം. ഈ കടം കൊടുത്തു തീർന്നവന് ജപ്തിക്ക് ആൾ വന്ന് കണ്ടാൽ പേടി വരത്തില്ല. അവൻ ചെണ്ടയൊക്കെ അടിച്ച് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് പറയും, എടാ ഗൂഗിൾ പേ വഴി ഞാനെല്ലാം തീർത്ത്, നിന്നോട് ആരും വേണം ചെണ്ട കൊട്ടാൻ? ഞാൻ വക്കീലുമൊക്കെ ആയിട്ട് ഇടപെട്ടേ കാര്യങ്ങൾ സംസാരിച്ച് പരിപാടിയെല്ലാം തീർത്തിട്ടേ എനിക്ക് വേണ്ടി ഒരുത്തൻ പേ ചെയ്തെന്നു. പേ ചെയ്തവൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് എടുത്തിട്ടപ്പോൾ നീ നിന്ന് ചെണ്ട കൊട്ടുകയാണോ? ഇതാ പിശാചിന്ന് ഇങ്ങനെ വന്ന് ചെണ്ട കൊട്ടുമ്പോൾ പറയണം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ തോൽപ്പിക്കാൻ പാകത്തിന്, ജപ്തി ചെയ്യാൻ പാകത്തിന് മരണത്തിൻ്റെ അധികാരിയായവൻ വന്നിട്ട് വിളിക്കുക, വാ നിന്നെ തൂക്കിലേറ്റാൻ പോവാ. അപ്പോൾ പറയണം, കുറ്റവാളി അല്ലഞ്ഞിട്ടല്ല, 304 ലംഘിക്കാഞ്ഞിട്ടല്ല, ദേ പാപം ചെയ്തിട്ടുണ്ട്, തൂക്കിലേറ്റപ്പെടേണ്ടതാ. പക്ഷേ എനിക്ക് വേണ്ടി ഒരു നിഷ്കളങ്ക രക്തം ധാരധാരയായി ഒഴുക്കി എൻ്റെ പെനാൽറ്റി മുഴുവൻ അടച്ചു തീർത്ത രസിറ്റും കൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുക, മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണത്തിന് ഇനി ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭക്തൻ എന്ന് മരിച്ചാലും ഓർത്തുകൊള്ളണം, വിഷമുള്ളെടുത്തു കളഞ്ഞിട്ട് സ്വതന്ത്രനായി പാപത്തിൻ്റെ ശക്തിയില്ലാത്തൊരു ശരീരത്തോടുകൂടെ, പാപത്തിന് വാഴാൻ കഴിയാത്ത ഒരു പരിശുദ്ധമായ അവസ്ഥയിൽ നമ്മുടെ ഭൗതിക ശരീരത്തെ മണ്ണിലേൽപ്പിച്ചു കൊടുത്തിട്ട് ആ മണ്ണിൽ നിന്ന് ഭക്തൻ ഒരു നാൾ ഉയർത്തി നിൽക്കുമെന്ന പ്രത്യാശയോടുകൂടിയാണ് നമ്മൾ ഇന്ന് ആ മരണത്തെ അഭിമുഖീകരിക്കുന്നത്. ഒരു പോയിന്റ് കൂടി,
അതിന് പ്രകൃതിയിൽ നിന്നൊരു ഉദാഹരണം എടുത്തു. അപ്പം മുമ്പേ പറഞ്ഞ കാര്യമാണ്. ക്രമമില്ലാത്തൊരവസ്ഥയിൽ നിന്ന് ക്രമമുണ്ടാകണമെങ്കിൽ മറ്റൊരു ക്രമം വന്നതിൽ ഇടപെടണമെന്ന്. മനസ്സിലായില്ല? അതാ മുമ്പേ പറഞ്ഞതേ. ക്രമം വേണ്ട, ഒരു ഓർഡറേ. അപ്പോഴാ മനസ്സിലായത് ഭൂമിയിലെ സകല മനുഷ്യനും ദൈവാത്മാവിൽ ക്രിസ്തുവിൽ മരിച്ചവൻ മണ്ണടിഞ്ഞ് ഇവിടെ കിടപ്പുണ്ട്. അതിനെ ക്രമപ്പെടുത്തിക്കൊണ്ടുപോകണമെങ്കിൽ ക്രമമുള്ളൊരുവൻ ഉയരത്തിൽ നിന്ന് വന്ന് അവൻ ഇടിച്ച് തകർന്ന് ധാരധാരിയായി തൻ്റെ രക്തമൊഴുക്കി പകരം ബലിയായി തന്നെ അർപ്പിച്ചത് എന്തിനാ? നമ്മെ ഈ മണ്ണിൽ നിന്ന് ഉയർപ്പിക്കാൻ. എവിടെയാ തോറ്റ, എവിടെയാ മരണം വന്ന് ആ മണ്ണിൽ നിന്ന് ഉയർക്കാൻ. ഇതും ഇയ്യോബ് മുന്നമേ എഴുതി വെച്ചു. ഇങ്ങനെ എൻ്റെ പ്രാണൻ നശിച്ച് എൻ്റെ ശരീരം നശിച്ച് ഞാൻ മണ്ണോട് മണ്ണ് ചേർന്നാൽ ഏതോമിലെ ഒരു ചുണ്ണാമ്പ് പാറയിൽ വെട്ടിയ കല്ലറയിൽ നിങ്ങൾ എന്നെ കൊണ്ടടക്കും. എൻ്റെ ശരീരം മണ്ണോട് മണ്ണാകും. അവിടം കൊണ്ട് ഞാൻ തീരുവെന്ന് കരുതരുത്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ പൊടിമേൽ വന്ന് നിൽക്കും. അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് ദേഹസഹിതനായി ഞാനവൻ്റെ മുഖം കാണും. അതാണ് ഭക്തൻ്റെ പ്രത്യാശ. അതുകൊണ്ട് ഈ ക്രമത്തെ, ക്രമരാഹിത്യത്തെ ക്രമം കൊണ്ട് നേരിട്ട സർവശക്തന്റെ പുത്രന കാലത്തിൻ്റെ സമ്പൂർണതയിൽ ജഡമെടുത്ത് നമ്മുടെ ഇടയിലേക്ക് വന്ന ദൈവകുഞ്ഞാടായവൻ. അതുകൊണ്ട് ക്രൂശിൽ ക്രിസ്തുയേശു മരിച്ചത് എന്തിനാ? നമുക്ക് ക്രമമുളവാക്കി നമ്മെ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തോട് ഏകീഭവിപ്പിക്കാൻ. അതുകൊണ്ട് ഒന്ന് മാത്രം പറഞ്ഞ് ഇങ്ങനെ നിർത്തട്ടെ. നമ്മുടെ സഹോദരങ്ങൾ നല്ല പാട്ടൊക്കെ പാടും. ഈ പാട്ടിൽ ചില പാട്ട് നമുക്ക് സ്വർഗത്തിലും കൊണ്ടുപോകുന്ന പാട്ടാണ്. അവിടെയും പാടാം. അർത്ഥമുള്ള പാട്ടുകൾ അവിടെ പാടാം. ഭൂമിയിൽ വെച്ച് തീർക്കേണ്ട പാട്ടുണ്ട്. ഉദാഹരണം, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും വാക്യമാണെങ്കിലും സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ശരിക്കിത് പാടാൻ പറ്റുമോ? പാടിയാൽ നമ്മൾ സമ്മതിക്കും. നമ്മൾ പറയലേ എന്തുകൊണ്ടും പോയി പാടുന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മളിങ്ങ് വന്നെന്നു. അതുകൊണ്ടാണ്, പാസ്റ്റ് ടെൻസിലായതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? പല പാട്ടും ഇവിടെ വേണ്ട. പക്ഷെ നമ്മളിരുന്ന് പാടുമ്പോൾ സ്വർഗത്തിലെ ഗാനങ്ങൾ, സ്വർഗീയ അനുഭവങ്ങളൊക്കെ പാടുമ്പോൾ ഒരു വലിയ പ്രത്യാശ വരത്തില്ല. യെരൂശലേമൻ നിമ്പ വീടേ എന്നൊക്കെ പാടുമ്പോൾ ഒരു വലിയ പ്രത്യാശ, ഒരു സന്തോഷം വരത്തില്ലേ? എന്നാലേ സ്വർഗീയ ജീവികളുണ്ട്. ആ സ്വർഗീയ ജീവികളുടെ സന്തോഷം സ്വർഗത്തെക്കുറിച്ച് പാടുന്നതിലല്ല. അവർ ഏറ്റവും വലിയ ആനന്ദം കോടാനുകൂടി യുഗങ്ങൾ കഴിഞ്ഞാലും അവർ പാടുന്നത് ഭൂമിയിൽ നിന്ന് വന്ന നമ്മുടെ പാട്ടാണ്. മനസ്സിലായില്ല? എന്ന് പറഞ്ഞാൽ അവരും പ്രകീർത്തിച്ച് പാടുന്നൊരു പാട്ട് ഭൂമിയിൽ നടന്നൊരു സംഭവമാണ്. എന്താണെന്നറിയണ്ടേ? ക്രൂശീകരണം. അത് സ്വർഗത്തിലും പാടുമെന്ന് ക്രൂശീകരണം. സംശയമുണ്ടോ? 24 മൂപ്പന്മാരും 4 ജീവികളും ആ സ്വർഗീയ ജീവികൾ ചേർന്ന് പാടുന്ന പാട്ടെന്താണെന്നറിയണ്ടേ? അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്ക് മഹത്വം, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കി വാങ്ങി. സ്തോത്രം. അപ്പോൾ സ്വർഗത്തിലെയും സ്വർഗമാക്കുന്ന ഘടകമാ കാൽവരുടെ കൊലമരത്തിൽ സംഭവിച്ച പ്രായച്ചിത്ത യാഗമെങ്കിൽ ഇന്ന് രാത്രി ആ യാഗത്തിൽ ഹൃദയംഗമായി വിശ്വസിച്ചിട്ട് നമുക്കവൻ്റെ പാതാരവിന്ദങ്ങളിൽ ചെന്നിട്ട് ഈ പത്മോസിൽ കിടന്നുകൊണ്ട് നമ്മെ ഏൽപ്പിക്കാം. കർത്താവ് പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവത്തിൻ്റെ പുത്രൻ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവനെ എതിരേൽക്കാൻ വാനവിരവിൽ കടന്നു പോകാൻ സമർപ്പിതരായി ഇന്ന് രാത്രി പിരിയാം. ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരിക്കട്ടെ. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.